എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാവേദിയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സമയം 8:32. നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ അങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസവും 44 ദിവസങ്ങൾ. ഇനിയിപ്പോ നമുക്ക് പരീക്ഷയ്ക്ക് കൃത്യം പറഞ്ഞിട്ട് 45 ദിവസമേ കിട്ടത്തുള്ളൂ. ആ 45 ദിവസങ്ങളിൽ ഇന്ന് ഒരു ദിവസം കഴിയുകയാണ്. ഇപ്പോ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇത് നമ്മളൊരു ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ സൈക്കോളജിയുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യം ഓരോ വിഷയമായിട്ടാണ് നമ്മൾ തീർക്കുന്നത്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സൈക്കോളജി പെഡഗോജി ആദ്യം നമ്മൾ എടുക്കും. അതിനുശേഷം മലയാളം, ഇംഗ്ലീഷ്. അതിനുശേഷം ഒപ്പം തന്നെ നിങ്ങൾക്ക് കാറ്റഗറി 2-ന് സയൻസിന്റെയും സോഷ്യൽ സയൻസിന്റെയും ക്ലാസ് മറ്റൊരു വഴിയിലൂടെ പോകും. പിന്നെ അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ക്, EVS മുതലായ വിഷയങ്ങൾ എടുക്കുന്നത്. അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കും. ഏതാണ്ട് ഒരു 39 ദിവസം കൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ അവസാനിപ്പിച്ച് അവസാനത്തെ ഒരു 6 ദിവസം നമ്മൾ കലാശക്കൊട്ടും കൂടി നടത്തി നിങ്ങളെ പരിപൂർണരാക്കി പരീക്ഷയ്ക്ക് അയക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? സർവീസിലുള്ളവരുടെ സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള ബാച്ചാണ്. വിദ്യാവേദിയുടെ ഗ്രൂപ്പ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ നിങ്ങൾക്കറിയാം 114 പേരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. കാറ്റഗറി 1, 2, 2-ന് ആള് കുറവാണ്. എന്നാലും കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4-ലെ സൈക്കോളജി പെഡഗോജി, അതുപോലെ മലയാളം, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ 114 പേര് ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തില് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി അല്ലെ? കേരളത്തിൽ എത്രത്തോളം പേര് ഈ ഒരു പ്രശ്നം നേരിടുന്നവരുണ്ട്. സർവീസിലുള്ള 2012 മുതൽ 2019-20 വരെ കാലഘട്ടത്തില് ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇതുവരെ കേട്ടിട്ട് നേടാൻ കഴിയാത്ത ആളുകളാണ് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള 114 അധ്യാപകർ. ഈ 114 അധ്യാപകരും കൂടി ഒന്ന് ചേർന്ന് പരിശ്രമിച്ചാൽ നമുക്ക് ഇത്തവണ 114 പേർക്കും കേട്ടിട്ട് പാസ്സാകാൻ പറ്റും. ദൈവം അതിന് ഇടവരുത്തട്ടെ. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇനിയുള്ള 40 ദിവസങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, 6 ദിവസങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലെ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് പറഞ്ഞിരുന്നു. പ്രാഥമികമായിട്ടൊരു വലിയ നോട്ട് ബുക്ക് വേണമെന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ ഇപ്പൊ തന്നെ തരികയാണ്. ആ നോട്ട് ബുക്ക് ആയിരിക്കും നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നോട്ടുകളും നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇതിനു മുമ്പ് പല നോട്ടുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം അത് ഉപയോഗിക്കുക. നിങ്ങൾ ഇതിനു വേണ്ടി മുമ്പ് പലയിടത്തും പഠിച്ചിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പല കോച്ചിങ് സെന്ററുകളിൽ പഠിച്ചിട്ടുണ്ടാവും, പല പുസ്തകങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഇന്നു മുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം വിദ്യാവേദിയിൽ നിന്ന് തരും. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ തൊട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം, നിങ്ങളുടെ OMR ഷീറ്റ് അടക്കം നിങ്ങളെ പരിശീലിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളെ നമ്മുടെ ഈ വിദ്യാവേദിയിൽ നിന്ന് പരീക്ഷയ്ക്ക് അയക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തത്, നിങ്ങളുടെ ഒരു വലിയ നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാ ദിവസവും രാത്രി 8:30 മണി മുതൽ 10 മണി വരെയാണ് നമ്മുടെ ക്ലാസ്. ആ ക്ലാസ് കാറ്റഗറി 2 ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 9 മുതൽ 10 വരെ ആയിരിക്കാം. കാരണം ഒരു ദിവസം 2 ക്ലാസ്സുകൾ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം സമയത്തിന് വരും. അത് നിങ്ങൾക്ക് മുൻകൂട്ടി ടൈം ടേബിൾ തയ്യാറാക്കി നമ്മൾ ഗ്രൂപ്പിൽ തരും. കാറ്റഗറി 1-നും 2-നും 4-നും ഒരുപോലെയുള്ള സബ്ജക്റ്റ് ആണ് സൈക്കോളജി പെഡഗോജി എന്ന് പറയുന്നത്. അതിന്റെ സിലബസ് നിങ്ങൾക്ക് കേട്ടറ്റിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കൃത്യമായിട്ട് കാണാം. പക്ക ഒറ്റ സിലബസ് തന്നെയാണ്, ഒരു മാറ്റവും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് കാറ്റഗറി 1-നും 2-നും 4-നും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് DLEDന്റെ ഏറ്റവും പുതിയ കരിക്കുലവും ഏറ്റവും പുതിയ പാഠപുസ്തകങ്ങളും ഏറ്റവും പുതിയ ടീച്ചർ ടെക്സ്റ്റുകളുമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്നുള്ള വേറെ ഈ അൾട്ടുൽത്ത് പുസ്തകങ്ങളൊന്നും മേടിച്ചിട്ട്, ബാലരമ-ബാലമംഗളൊന്നും മേടിച്ചിട്ട് അതിന്റെ അകത്ത് പഠിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. കൃത്യം 8:30-ക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും. 8:30-ക്ക് നമ്മൾ 8:25-ന് ലിങ്ക് അയക്കും. നിങ്ങളുടെ ക്ലാസ്സിന് ഒരു 5 മിനിറ്റ് മുമ്പ് മാത്രമായിരിക്കും ലിങ്ക് ഓപ്പൺ ആവും. കാരണം അതിന് മുമ്പ് ആരും കയറി വെറുതെ മെനക്കെട്ട് അതിൻ്റെ അകത്ത് കുത്തിപ്പിടിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇത് ലൈവ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കണ്ട് സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ടീച്ചർമാരും നിങ്ങളുടെ മുൻപിൽ ഇതുപോലെ വരും. ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെല്ലാവരും നിങ്ങൾക്ക് മുൻപിൽ വരും. നിങ്ങളുടെ മുൻപിൽ ഇതുപോലെ സ്ക്രീൻ പ്രസന്റ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കി എഴുതിയെടുക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം സ്ക്രീൻഷോട്ടുകൾ എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു PDF നോട്ടുകൾ കാര്യങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ തരത്തുള്ളൂ. ബാക്കി എല്ലാം തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ എഴുതിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്.
പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ ഗ്രൂപ്പിൽ ആരും സർവീസ് ഇല്ലാത്തവർ ആണെന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം എല്ലാവർക്കും തന്നെ 2012 മുതൽ 19, 20 വരെ അധ്യയന വർഷത്തിൽ കേട്ടിട്ടില്ലാതെ സർവീസിൽ കയറിയിരിക്കുന്ന അധ്യാപകരാണെന്നാണ് ഞാൻ പൊതുവിൽ മനസ്സിലാക്കുന്നത്. അതുപോലെ അങ്ങനെ അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നോട് പറഞ്ഞതിൽ നിന്നും മാറി അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് പോകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം നിങ്ങൾക്ക് എന്നെ ഒരു തെറ്റിദ്ധാരണ, രണ്ടിലും അഡ്മിഷൻ നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വിദ്യാവീതിയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ട്. 114 പേർക്ക് വേണ്ടിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരും. ആ ഗ്രൂപ്പിലായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. ആ ഗ്രൂപ്പിന്റെ പേര് തന്നെ കേട്ടറ്റ് വിജയ് 2.0 എന്നാണ്. അതായത് നമ്മളുടെ ഈ പ്രാവശ്യത്തെ ബാച്ചിന്റെ പേര് കേട്ടറ്റ് വിജയ് 2.0 എന്നാണ്. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബാച്ച് ആയിട്ട് തന്നെയാണ് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ്സുകൾ മാത്രമായിരിക്കും. ഇപ്പോ ഈ ക്ലാസ് മുതൽ നമുക്കറിയാം, ഇതെല്ലാം ലൈവ് ആണെങ്കിലും ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഈ ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ്. നമ്മുടെ വിദ്യാവീതിയുടെ ആപ്ലിക്കേഷനാണ്. ഏറ്റവും അതിനൂതന സാങ്കേതിക വിദ്യകളെല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ചെറിയ നെറ്റ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് വീഡിയോ എല്ലാം ഓപ്പൺ ആകത്തക്ക രീതിയിൽ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് സൗണ്ട് സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാം, ഒച്ച കുറയ്ക്കാം, ഓടിച്ചു വിടാം, എങ്ങനെ നിങ്ങൾക്ക് പോസ് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ സ്ക്രീൻഷോട്ട്, അതുപോലെ സ്ക്രീൻ റെക്കോർഡിങ് ഇതൊന്നും പറ്റത്തില്ല. അതൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്നോർത്ത് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട. ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ തിരക്കൊന്നും പിടിക്കേണ്ട. നമ്മൾ ഇന്ന് രാത്രിയിലാണ്, എത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇന്നാണ് നമ്മൾ അവർക്ക് മെയിൽ അയക്കുള്ളൂ, നിങ്ങളുടെ ലിസ്റ്റ് വെച്ചിട്ട്. ആ ലിസ്റ്റും പ്രകാരം നാളത്തേക്കായിരിക്കും നിങ്ങൾ ആപ്ലിക്കേഷനിൽ ആഡ് ആവുന്നത്. അപ്പൊ നിങ്ങൾ വാട്സാപ്പിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പരും നിങ്ങളുടെ പേരും ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വാട്സാപ്പ്, നിങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നിരിക്കുന്ന നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നാളെ മുതൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് അത് എങ്ങനെ ലോഗിൻ ചെയ്യണം, അതിൻ്റെ അകത്ത് എങ്ങനെ ക്ലാസ് കാണണം, അതിൻ്റെ അകത്ത് എവിടെയാണ് വീഡിയോ കിടക്കുന്നത്, എവിടെ നിന്നാണ് വീഡിയോ എടുത്ത് കാണേണ്ടത് മുതലായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഡെമോ വീഡിയോ നമ്മൾ തന്നെ എടുത്ത് നിങ്ങൾക്ക് ആദ്യം അയച്ചു തരും. അതോടൊപ്പം തന്നെ ഗൂഗിൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ, അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക്, പിന്നെ ഐഫോൺ ഉപയോഗിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക്. ഐഫോൺ ഉപയോഗിക്കുമ്പോൾ മാത്രം നമ്മൾ ക്ലാസ് പ്ലസ് എന്നൊരു ആപ്പിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ആപ്പിന്റെ അത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു കോഡ് ഇട്ട് കൊടുക്കണം. ആ കോഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടക്കം, നിങ്ങളുടെ ഫോൺ നമ്പര്, അത് എങ്ങനെ ലോഗിൻ ചെയ്യണം, എങ്ങനെ ക്ലാസ് ചെയ്യണം എന്നുള്ളതിന്റെ ഡെമോ അടക്കം, അതിന്റെ ലിങ്ക് അടക്കം നാളെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരും. എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം. കാരണം ഇപ്പോഴേ നിങ്ങൾ ഇനി അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഒന്നും കാണാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു തീഷ്ണത കൂടുതലാണല്ലോ. ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു തീഷ്ണത കൂടുതലായിരിക്കും. കാരണം നാളത്തെ ഇനിയിപ്പോ ഇതെങ്ങാനും നാളെങ്ങാനും ഇല്ലാതെ പോയാലെന്നൊക്കെ കുറച്ചിട്ട് തീഷ്ണ. പിന്നെ നിങ്ങൾ എല്ലാവരും അത്യാവശ്യം ഒരു ഫീസ് അടച്ചിട്ടാണ് വിദ്യാവീതിയിൽ വന്നിരിക്കുന്നത്, അല്ലെ? അതൊരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ചെറിയ പൈസ നിങ്ങൾ തന്നിട്ടാണ് വിദ്യാവീതിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആ പൈസ തന്നേക്കുന്ന ഒരു മമത വിദ്യാവീതിയിൽ കാണിക്കുക. ഓക്കെ, കാരണം ആ ഒരു പൈസക്കുള്ള ഗുണം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ പൈസ മേടിച്ചാൽ ആ പൈസക്ക് പണിയെടുക്കണം എന്ന് കരുതുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് വ്യക്തമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. നിങ്ങൾക്കിപ്പോ ഒരു ഇന്ന് നാളെ മറ്റന്നാൾ, ഇപ്പൊ അതായത് ബുധനാഴ്ച, ഇന്നിപ്പം തിങ്കൾ ചൊവ്വ, ഈ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണും. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് ജയിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ട്, നിങ്ങൾ അതിൻ്റെ അടുത്ത് തുറന്നു പറയും. കാരണം ഞാൻ നിങ്ങളെ ഒരിക്കലും പിടിച്ചതിൻ്റെ അകത്ത് അമർത്തി പിടിച്ച് വെക്കത്തില്ല. നിങ്ങൾക്ക് ഇതും കൊണ്ട് നേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിൽ നിൽക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടച്ച പൈസ ഒറ്റ പൈസ പോലും എടുക്കാതെ ഞാൻ തിരിച്ചു തരും. അതിനൊക്കെ നമ്മളിവിടെ ഗ്യാരണ്ടിയാണ്. കാരണം നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നിയാൽ, നിങ്ങൾ ജയിക്കില്ല എന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ് കൊണ്ട് പ്രയോജനം കിട്ടില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ അത് എൻ്റെ അടുത്ത് പറയാം. നിങ്ങളും അടച്ച പൈസയുടെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തരാം. ആ പൈസ അതുപോലെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ നമ്മുടെ മാത്രം പോളിസികളാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളും കൂടി നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അഡ്മിഷൻ ഇടും. അതായത് ബുധനാഴ്ച വരെ നമ്മൾ അഡ്മിഷൻ ഇടും. ബുധനാഴ്ച വരെ എടുക്കുന്ന ഈ ക്ലാസ്സുകളുടെ ലൈവുകൾ പുറത്തുള്ളവർക്ക് കിട്ടില്ലെങ്കിലും ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബ് വഴി പുറത്തു പോകും. കാരണം നമ്മുടെ ക്ലാസ് എന്താണെന്ന് ബാക്കിയുള്ളവരും കൂടെ മനസ്സിലാക്കണം. ആർക്കെങ്കിലും ഇനിയും ഒരു സംശയ ആനുകൂല്യത്തോട് കൂടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ജോയിൻ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അങ്ങനെ ആകെ നമ്മൾ 200 പേരെയാണ് പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. 200 പേരായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും നമ്മൾ അവരെ പങ്കെടുപ്പിക്കും. കാരണം നമുക്ക് അത്രയും മതി. നമ്മളെ ബൈബിളിലൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, 10 കന്യകമാരുടെ ആദ്യം വന്ന 5 എണ്ണത്തിന്
അവരുടെ കയ്യിൽ ഗുണം ഉണ്ടായിരുന്ന 5 എണ്ണത്തിന് എടുത്തു, ബാക്കി 5 എണ്ണം പുറത്തു. അപ്പൊ അതുകൊണ്ട് ആദ്യം വരുന്നതിനെ 200 എണ്ണത്തിന് എടുക്കുക, ബാക്കിയുള്ളതിനെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. അത് അവർ നേരത്തെ വന്നായിരുന്നെങ്കിൽ നമ്മൾ പരിഗണിച്ചാൽ. അപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് 114 പേരാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ധൈര്യം എന്ന് പറയുന്നത് ഈ 114 പേരിൽ ഒരാളാണ് നിങ്ങൾ. ആ 114 ഒരാളായ ഞാനും കൂടെ കൂടി 115 പേരുണ്ട്. നിങ്ങളുടെ ഈ സർവീസ് സംബന്ധമായ പരീക്ഷയിൽ എന്ത് തന്നെ വന്നാൽ അതിന് നിങ്ങളുടെ ഒപ്പം ഞാനുണ്ടാവും. അത് ഏത് തരത്തില് നിങ്ങളോട് കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് സപ്പോർട്ട് വേണോ ആ സപ്പോർട്ട് തന്ന് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. വിദ്യാവീതി അറിയാവുന്നവർക്കറിയാം, വിദ്യാവീതിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം, വിദ്യാവീതി ഇടപഴകുന്ന കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നവർക്കറിയാം വിദ്യാവീതിയുടെ ഒരു സാന്നിധ്യം ഈ മേഖലയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് സപ്പോർട്ടും ഏത് നേരത്തും 24 മണിക്കൂർ എന്ന വണ്ണം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ആകെ മൊത്തം ഞാൻ വളരെ കുറച്ച് സമയത്ത് മാത്രമാണ് ഈ രാത്രിയിലൊക്കെ ഉറങ്ങുന്നത്. അപ്പം അതിന് മുമ്പ് നിങ്ങൾ എന്നെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാൽ 2 മണി വരെയൊക്കെ ഞാൻ ഓൺലൈനിൽ കാണും. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് മറുപടി കൃത്യമായിട്ട് ഞാൻ തന്നിരിക്കും. അതുപോലെ നിങ്ങളുടെ എന്താണ് പറയുന്നത്, നിങ്ങളുടെ ഈ പറയുന്ന പരീക്ഷയ്ക്കുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ അടുത്ത് ചോദിക്കാം. ഈ സർവീസ് സംബന്ധമായ ഈ ഒരു ബാച്ച് തീർന്നാലും നിങ്ങളെ കേട്ടിട്ട് കിട്ടി, നിങ്ങൾ ഇതിൽ നിന്ന് മുക്തി നേടി, നിങ്ങളുടെ അരിയറും ഗ്രേഡും മറ്റതും മറിച്ചതും എല്ലാം പാസ്സാക്കി നിങ്ങൾ സ്വതന്ത്രരായി പറക്കാൻ പറ്റുന്ന നല്ല പക്ഷിക്കുഞ്ഞുങ്ങളായി ആകാശത്തിൽ വിഹരിക്കുന്നത് കണ്ടിട്ടേ നിങ്ങളെ നമ്മൾ പുറത്തേക്ക് വിടും. അതുവരെ നിങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ട പോഷകാഹാരങ്ങളൊക്കെ തന്ന് നിങ്ങളെ നമ്മൾ നിലനിർത്തും. അതുകൊണ്ട് നിങ്ങൾ പൈസ തന്നതിൽ നിങ്ങൾ യാതൊരുവിധ സങ്കടവും വേണ്ട. ആ പൈസ തന്നതിനുള്ള മൂല്യം നിങ്ങൾക്ക് വിദ്യാവീതിയിൽ നിന്ന് കിട്ടിയിരിക്കും. ഇനിയും നിങ്ങൾക്ക് തരാനേ തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ നമ്മളെയൊക്കെ കാണാൻ വരുമല്ലോ. അപ്പൊ അന്നേരമൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങോട്ട് തരാനേ നിങ്ങൾക്ക് തോന്നും. അതുപോലെ നമ്മള് നിങ്ങളോട് അത്രയും ഒരു നിങ്ങളുടെ ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാവീതി. നിങ്ങൾക്ക് മനസ്സിലാകും പോകെ. അതോടുകൂടി തന്നെയാണ് പറയുന്നത്, ഈ പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിലേക്ക് പോകാം. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് മറ്റേ PDF ആയി മാറ്റി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രശ്നം മതി, അതുകൊണ്ടാണ് ഇതിന്റെ അക്ഷരങ്ങൾ മാറിപ്പോയത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് എന്നായിരുന്നു അവിടെ എഴുതിയിരുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ കാര്യമാക്കണ്ട. നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി 8:30 മണിക്ക് നമ്മളൊരു ലിങ്ക് ഇടും. ഇപ്പൊ കാറ്റഗറി 2 ഉണ്ടെങ്കിൽ കാറ്റഗറി 2-ന് 7 മണി മുതൽ 8 മണി വരെ ആയിരിക്കും ക്ലാസിന്റെ ടൈം, അല്ലെങ്കിൽ 7 മണി മുതൽ 8:30 വരെ ആയിരിക്കും. അങ്ങനെ ഒരു സമയമാണെങ്കിൽ 9 മണി മുതൽ 10:30 വരെ ആയിരിക്കും ബാക്കിയുള്ളവരുടെ ക്ലാസിന്റെ സമയം. 2 ക്ലാസ്സുകൾ ഉള്ള സമയത്ത് മാത്രം. അല്ലെങ്കിൽ 8:30 മണി മുതൽ 8:30 മണി മുതൽ 10 മണി വരെ ആയിരിക്കും ക്ലാസിന്റെ സമയം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈക്ക്, നിങ്ങളുടെ ക്യാമറ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഈ ചിലരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ഓൺ ആക്കിയിട്ടിട്ട് ചിലപ്പോൾ ഒരു പോക്ക് അങ്ങോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. A to Z തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ഈ ക്ലാസ്സിൽ ഉണ്ടാവും. നിങ്ങളുടെ പേര് വിളിച്ച് തന്നെയാണ് ഉണ്ടാവും. കാരണം ഈ 114 പേരുടെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഞാൻ തന്നെ. വേറൊരു സ്ഥാപനത്തിലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഈ വിദ്യാവീതി എന്ന് പറയുന്നതിന്റെ മെയിൻ ഞാനാണെങ്കിലും ഈ പറയുന്ന അതിൻ്റെ അകത്ത് അഡ്മിഷൻ എടുക്കുന്നതും മറ്റേ ഇവിടുത്തെ എൻ്റെ കൂട്ടുകാർ ടീച്ചർമാരെല്ലാം പറയും, തൂക്കുന്നതും തുടക്കുന്നതും അടിച്ചു വരുന്നതും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അഡ്മിഷൻ എടുക്കുന്ന ഓരോരുത്തരെയും നിങ്ങളുടെ സാഹചര്യം അടക്കം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. നിങ്ങൾ ഏത് വർഷം ജോയിൻ ചെയ്തു എന്നുള്ളത് വരെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ എനിക്കറിയാം. പിന്നെ നിങ്ങൾ വന്നിരിക്കുന്നതും പലരുടേതും പ്രേരണ കൊണ്ടൊക്കെ വന്നേക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പാലായിലുള്ള ജ്യോതി സാറ്, അതുപോലെ നമ്മുടെ കണ്ണൂരുള്ള സോഫി ടീച്ചർ, അജിത്ത് മാഷ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ അധ്യാപകരുടെ പ്രേരണ കൊണ്ട് വന്നേക്കുന്ന ഒരുപാട് പേര്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പിടിക്കും. നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ പേരെടുത്ത് വിളിച്ച് നിങ്ങളോട് ചോദിക്കും. എല്ലാ ടീച്ചർമാർക്കും നിങ്ങളുടെ ഫുൾ ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെല്ലാം ക്ലാസ് എടുക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് വിളിച്ചിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ആരും മിണ്ടാതിരുന്നിട്ട് കാര്യം. അപ്പൊ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കാനുള്ള ഒരു അവസ്ഥ കിട്ടുമ്പോൾ നമ്മുടെ ക്ലാസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ഈ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പിറ്റേന്ന്, അതായത് ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ വരും. അല്ലാത്തത് എല്ലാം നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കും. നാളത്തെ ലൈവ് ക്ലാസ്സിന് മുന്നേ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. കാരണം ഈ 2-3 ക്ലാസ്സുകളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ വരും. ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണം. ഇതൊരു ഗൂഗിൾ മീറ്റിന്റെ ഫയലായിട്ടാണ് നമുക്ക് വരുന്നത്. അത് മാറ്റി MP4 മാറ്റി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ യൂട്യൂബ് പ്രൈവറ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ പ്രൈവറ്റ് ലിങ്ക് എടുത്തിട്ട് ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിലേ വരും. 3 ക്ലാസ് ഒക്കെ വരുമ്പോൾ ഒരെണ്ണമൊക്കെ ഉള്ളെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ രാത്രി തന്നെ നിങ്ങൾക്ക് വരും. ഇനി തരുന്നത് നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ്. ഇതിനു വേണ്ടി ഞങ്ങൾ പ്രത്യേക സമയമൊന്നും എടുക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ടൈമിൽ അനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകളൊന്നും നമ്മൾ കയറ്റിയില്ല.
ഈ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പരീക്ഷ തോറ്റു പോകുന്നത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. ഈ പരീക്ഷ ഞാൻ തോറ്റുപോയാൽ പിന്നെ എന്റെ അവസ്ഥ എന്താ എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ പരീക്ഷാ ഹോളിലേക്ക് തന്നെ കയറും. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമ്മുടെ തലയൊക്കെ വേർക്കാൻ തുടങ്ങും, കണ്ണിലൊക്കെ ഒരു നീല നിറം കയറും, വെള്ളം കുടിക്കാൻ തോന്നും, കൊണ്ടുവന്ന വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കും. പിന്നെ അതിന്റെ ക്ഷീണം, ചൂട്, വേർപ്പ്, അങ്ങനെ ഒരുപാട് ടെൻഷനുകൾ. പിന്നെ നമ്മൾ വിചാരിക്കും, അപ്പൊ തന്നെ നമ്മളിരുന്ന് നമ്മളെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഈ പരീക്ഷ ഞാൻ തോറ്റുപോയാൽ എന്റെ ഹോം ലോൺ ആരടയ്ക്കും, എന്റെ വെഹിക്കിൾ ലോൺ ആരടയ്ക്കും, പിന്നെ എന്റെ സ്കൂളിലുള്ള ഞാൻ എങ്ങനെ നിൽക്കും, നാട്ടുകാരോടെന്ന് പറയും, വീട്ടുകാരോടെന്ന് പറയും, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ നല്ല അധ്യാപകരെ കൊണ്ട് എന്ന് പറഞ്ഞാല് ഈ മേഖലയിൽ നിങ്ങളുടെ പ്രശ്നം അനുഭവിച്ച് ആ പ്രശ്നത്തിൽ നിന്നും മുക്തി നേടിയ കുറച്ച് അധ്യാപകരെ കൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ്, അതിന് പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തും. എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ നിങ്ങൾക്ക് വൈകുന്നേര സമയങ്ങൾ, ഇപ്പൊ ശനിയോ ഞായറോ ഒക്കെ ഒരു വൈകുന്നേര സമയങ്ങൾ എടുത്തിട്ട് ആ വൈകുന്നേര സമയങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് മുൻകൂട്ടി ലിങ്ക് അയച്ചു തന്ന് ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെ അടുത്തത് ദിവസവും പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിക്കുന്ന കാര്യം അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ടാസ്ക് നമ്മളുണ്ട്. അതായത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നിങ്ങൾ സ്വയം നിർമ്മിക്കും. നിങ്ങൾ ഓരോരുത്തരും നിർമ്മിക്കും. ആ ചോദ്യത്തിന്റെ 4 ഓപ്ഷനുകളും നിങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കും. അതിൽ ഒരെണ്ണം ഉത്തരമായിരിക്കും. അത് 5ാമത്തെ ഓപ്ഷനായിട്ട് ആൻസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിലിടും. അപ്പൊ നിങ്ങൾ 114 പേര് ടൈപ്പ് ചെയ്തിടുന്ന 114 ചോദ്യങ്ങൾ അവിടെ നിർമ്മിക്കപ്പെടും. എന്തിന്? ഈ പറയുന്ന 60 മിനിറ്റിന്റെ അല്ലെങ്കിൽ 120 മിനിറ്റിന്റെ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് 114 ചോദ്യങ്ങളായി. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നോട്ടിന്റെ സഹായം. ആ 114 ചോദ്യങ്ങൾ നിങ്ങൾ പിറ്റേന്ന് തന്നെ മനപ്പാടാക്കും. ആ 114 ചോദ്യങ്ങൾ നിങ്ങൾ ഇടുന്നത് വെരിഫൈ ചെയ്യുന്നുണ്ടാകും ഇവിടുത്തെ അധ്യാപകർ. അതിനുവേണ്ടി നമുക്കൊരു AI ടീച്ചറുണ്ട് ഇവിടെ. ഒറിജിനൽ ടീച്ചർ തന്നെയാണ്, ഞങ്ങൾ അതിനെ AI എന്ന് വിളിക്കുന്നത്. കാരണം അത് പട്ടിയെ പോലെ പണിയെടുക്കും. എന്ന് പറഞ്ഞാൽ അത് മരിച്ചു കിടന്ന് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ടീച്ചറുണ്ട്, വിദ്യാഗിരി അഖില ടീച്ചർ എന്ന് പറയും. നമ്മുടെ EVSന്റെ സയൻസിന്റെ ഒക്കെ ക്ലാസ് എടുക്കുന്ന ടീച്ചറാണ്. ടീച്ചർ ഇപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറിന് അതിൻ്റെതായ പരിമിതമായ സമയങ്ങളിലാണ് ടീച്ചറിനുള്ളത്. എന്നാലും അതിനെ കൊണ്ട് ഒരു രക്ഷയില്ല. അത് ജീവൻ കളഞ്ഞിട്ടും പണിയെടുക്കുന്ന ടീച്ചറാണ്. അപ്പൊ പനിച്ച് കിടക്കുകയാണെങ്കിൽ പോലും എന്താ പറയാ, ആ പനിച്ച് കിടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു 2 പാരസിറ്റാമോൾ വേണം കൂടുതൽ കഴിച്ച് എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ട് പരീക്ഷ നടത്തുന്ന ടീച്ചറാണ്. അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ഒരു ടീച്ചറാണ് ഈ അഖില ടീച്ചർ. ഞങ്ങൾ അതുകൊണ്ട് AI ടീച്ചർ എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. അപ്പം ആ ടീച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും അതായത് ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ല ആ ഓപ്ഷനുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടോ. അങ്ങനെ നിങ്ങൾ തെറ്റിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യം തിരുത്തി അവരെ കൊണ്ട് തന്നെ 100 തവണ നമ്മൾ എംബോസിഷൻ എഴുതും. എന്ന് പറഞ്ഞാൽ ആ തെറ്റിടുന്ന ചോദ്യം നിങ്ങൾ ഓരോ ചോദ്യം ഇടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ കൃത്യമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പുവരും. ഇല്ലെങ്കിൽ നിങ്ങൾ അത് 100 പ്രാവശ്യം എംബോസിഷൻ എഴുതേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കും. അങ്ങനെ ദിവസവും നിങ്ങൾക്ക് തരുന്ന ആ പഠിപ്പിക്കുന്നത് പിറ്റേന്ന് ക്ലാസ്സിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു PDF പരീക്ഷ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഗ്രൂപ്പിൽ അയച്ചു തരും. അതിന്റെ മാർക്ക് നിങ്ങൾക്ക് തന്നെ നോക്കാം. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയും 2 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിലിടും. അപ്പൊ നിങ്ങൾക്ക് അതിന് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം. ആ മാർക്ക് എത്രയാണോ അത് ഗ്രൂപ്പിൽ കമന്റ് ചെയ്യാനുള്ള ഫോണുകളും കാര്യങ്ങളും ഒക്കെ ഗ്രൂപ്പിൽ തന്നെ വരും. അതൊക്കെ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് അങ്ങ് ശീലമായിക്കോളും. ഞാൻ അതൊക്കെ നിങ്ങളെ അറിയിച്ചു തരും. പിന്നെ നിങ്ങൾ ചോദ്യം ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത്, അതായത് നമുക്ക് മലയാളത്തിന്റെ ഏതെങ്കിലും കീബോർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ വേണം ലിങ്ക് ഞാൻ ഇട്ട് തരാം. അത് നിങ്ങളല്ല പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഇടണം. 114 ചോദ്യങ്ങൾ ആയിരിക്കും. അപ്പൊ ഓരോരുത്തരും ഇടുമ്പോൾ അതിന് മുമ്പ് ഇട്ടിരിക്കുന്ന നമ്പർ നോക്കണം. ഇപ്പൊ രമ്യ PV എന്ന് പറഞ്ഞ ടീച്ചറാണ് ആദ്യം ഇടുന്നതെങ്കിൽ ടീച്ചർ 1 എന്നിട്ടിട്ട് വേണം, ചോദ്യം 1 എന്നിട്ടിട്ട് ടീച്ചറിന്റെ ചോദ്യം അതുപോലെ അതിന്റെ 4 ഓപ്ഷനുകൾ അതിന്റെ ഉത്തരവും അതിൽ ടൈപ്പ് ചെയ്ത്. പിന്നെ രണ്ടാമതാണ് അടുത്ത ആൾ ഇടുമ്പോൾ അതിന്റെ നമ്പർ എന്ത് ചെയ്യണം, നിങ്ങൾ 2 ഇടും. അപ്പൊ 114 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കും. ആവർത്തന വിരസത പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരാളിട്ട ചോദ്യത്തിന്റെ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചെയ്യുന്ന പരിപാടി അതൊന്നും ഇവിടെ പറ്റത്തില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം ചോദ്യം. ഇനിയിപ്പോ ഒരു 70 ചോദ്യം കൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് തീരുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ഇടണ്ട. അത് നമുക്ക് ഏകദേശം അത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ടീച്ചർമാർ തന്നെ നിങ്ങളെ ഗ്രൂപ്പിൽ പറയും. നിങ്ങളുടെ ആ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ടീച്ചർമാരെ കൂടി നമ്മൾ നാളത്തേക്ക് ആഡ് ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന എല്ലാവരും അതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് അവരുടെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് കിട്ടില്ല എന്നേ ഉള്ളൂ. അവർ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നുണ്ടാവും. പിന്നെ അടുത്തതെന്ന് പറയുന്ന പ്രഗത്ഭരായ അധ്യാപകർ. ഞാൻ ഒരാളുടെ കാര്യം ഇപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ അഖില ടീച്ചർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെയാണ്. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി പോരായ്മയൊക്കെ ഉള്ളത്. ബാക്കിയുള്ള എല്ലാം അടിപൊളിയാണ്. 100ക്ക് 100 മേനി കൊയ്യുന്ന ടീച്ചർമാരാണ്. അതായത് ജീന ടീച്ചറാണ്. നിങ്ങൾക്ക് ഇന്നിപ്പോ സൈക്കോളജിയുടെ ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാം ജീന ടീച്ചറിനെ കുറിച്ച്. അപ്പൊ ജീന ടീച്ചർ വന്നു കഴിഞ്ഞാൽ ജീന ടീച്ചറിനെ കുറിച്ച് പറയും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എടുക്കുന്ന ഒരു ബിൻസി ടീച്ചറാണ്.
പിന്നെ വേറൊരു ടീച്ചറിന്റെ കൂടെ സഹായവും കൂടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്താണ് EVS എടുക്കുന്നത് അഖില ടീച്ചറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നത് ശ്രീവിദ്യ ടീച്ചറാണ്. പിന്നെ സയൻസിന്റെ ക്ലാസ് എടുക്കുന്നത് അഖില ടീച്ചർ തന്നെയാണ്, കാറ്റഗറി 2-ന്റെ. സോഷ്യൽ സയൻസിന്റെ എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും എടുക്കുന്നത് മനീഷ് എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ജോഗ്രഫി ഹിസ്റ്ററി എടുക്കുന്നത് അൽഫോൻസ് എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. പിന്നെ മലയാളം എടുക്കുന്നത് രേവതി ടീച്ചറാണ്. പിന്നെ വേറൊരു ടീച്ചറിനെയും കൂടെ നമ്മൾ സഹായിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കണക്കെടുക്കുന്നത് ഞാൻ പറഞ്ഞ ഇച്ചിരി പുറകോട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാനാണ് കണക്കിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അധ്യാപകർ. അപ്പൊ അതിന്റെ പ്രഗത്ഭത കുറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ അതാണ് അത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കുറുക്ക് വഴികളും എളുപ്പ വഴികളും. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഇനി ഈ പറഞ്ഞ 45 ദിവസം കൊണ്ട് ഒരു പുസ്തകം ഒന്നും കാണാതെ പഠിക്കാൻ നമ്മൾ എന്തിരന്മാരൊന്നും അല്ലേ? നമ്മൾ ആരും എന്തിരന്മാരൻ. പ്രത്യേകിച്ച് നമ്മൾ ഈ സർവീസിലൊക്കെ ഉള്ളവർ ഈ പറയുന്ന 40, 42, 43 വയസ്സുള്ള അധ്യാപകർ വരെ ഈ കൂട്ടത്തിലുണ്ട്. അതായത് ഒരുപാട് സീനിയേഴ്സ്. ഞാൻ ഇന്ന് ഒരു ആപ്ലിക്കേഷൻ ചെയ്തു. ആ ടീച്ചർ 10ാം ക്ലാസ് പാസ്സായത് 1993-ലാണ്. 1993 10ാം ക്ലാസ് പാസ്സായ ടീച്ചറാണ്. അപ്പൊ ഞാൻ ഉണ്ടായത് 1993. അപ്പൊ അത്രയും വലിയ എന്താ പറഞ്ഞാൽ അത്രയും മുകളിലുള്ള ആൾക്കാർ നമ്മുടെ ഈ സർവീസിലുള്ള പരീക്ഷ എഴുതുന്നു. അപ്പം അങ്ങനെ ഉള്ളവരുള്ളത് കൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഒരുപാട് ഈ കാണാതെ പഠിക്കുന്ന പരിപാടി നമുക്കില്ല. നമ്മളെല്ലാം കുറുക്കു വഴികളിലൂടെയാണ്. ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒരു ഉദ്ദേശവും. അതുകൊണ്ട് എല്ലാ കാര്യവും സൈക്കോളജി ആയാലും EVS ആയാലും സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും മാത്സ് ആയാലും ഒക്കെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുക്ക് വഴികളാണ്. എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ അതിലേക്ക് എങ്ങനെ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നാൽ ആ ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ കുറുക്ക് വഴിയിലൂടെ എത്താം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇത് തീർന്നു. നിങ്ങൾ ഈ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഇതും കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വെരിഫിക്കേഷനും കാര്യങ്ങളും പൂർത്തിയാക്കി നിങ്ങളുടെ സർവീസ് പുനഃക്രമീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് വെറുതെ എടുത്താൽ പെട്ടിക്കകത്ത് വെക്കാവുന്നതുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും. അപ്പൊ അത് മേടിക്കുക എന്നുള്ളതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഇവിടെ നിങ്ങൾ നോക്കണം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള കുറുക്ക് വഴികളിലൂടെ മാത്രമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ തരുന്നത്. എപ്പോഴും രസകരമായി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കില്ല. 1.5 മണിക്കൂർ നിങ്ങളെ പോകുന്നത് അറിയില്ല. എന്നാലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കട്ടൻ ചായയും കട്ടൻ കാപ്പിയൊക്കെ ഫ്ലാസ്കിൽ ഇട്ട് വെച്ചോ, 2 ബിസ്ക്കറ്റൊക്കെ കയ്യിൽ കൊണ്ടുവന്നോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് ബോറടി വല്ലതും വരുവാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് 1/2 മണിക്കൂർ കഴിയാറായി. പെട്ടെന്ന് സമയം ഇങ്ങനെ കടന്നുപോകും. ഓക്കെ, അടുത്തതെന്ന് പറയുന്ന ചോദ്യ പേപ്പർ വിശകലനം. ഇത് നമ്മൾ അവസാന ഘട്ടത്തിലായിരിക്കും ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കും എടുക്കുക. എന്നാലും നമ്മൾ ചോദ്യ പേപ്പറിന് മാത്രമായിട്ട് 5 ദിവസം ഓരോ ക്ലാസ്സുകളിലും നമ്മൾ 2 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ കലാശക്കൂട്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് നടത്തുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തും ആരും ടെൻഷൻ അടിക്കണം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ സർവീസിലുള്ള അധ്യാപകരാണ് എന്നത് നിങ്ങൾ മറക്കരുത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത കാണും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ഇന്ന് ക്ലാസ്സിൽ കയറി, നാളെ നിങ്ങൾ എന്നാ പിന്നെ ഞാൻ ഇനിയിപ്പോ ഇവര് പറഞ്ഞ് കേൾക്കുന്ന എന്തിനാന്നൊക്കെ ഉള്ള രീതിയിൽ ആ ഒരു തലക്കനം ഒന്നും കൂടെ വേണം. കാരണം നിങ്ങൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് സീനിയേഴ്സ് ആണ്. പക്ഷെ നിങ്ങളുടെ ഈ അവസരത്തിൽ നിന്ന് നിങ്ങൾ മുക്തി നേടി പോകണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് താഴെ, കുറച്ച് തലക്കനമൊക്കെ ഒന്ന് കുറയ്ക്കും, കുറച്ച് അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെക്കും. അഹങ്കാരം എന്ന് ഞാൻ പറയില്ല, സെൽഫ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ്, ഞാൻ ഒരിക്കലും അഹങ്കാരം എന്ന് പറയുന്നത്, നമ്മളെ അഹങ്കാരം കാണിക്കുന്നത് എന്താ, നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു തോന്നലുള്ളത് കൊണ്ടാണ് നമ്മൾ അഹങ്കാരം കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് പാകപ്പെടുത്തണം. നമ്മൾ ഇതൊന്നും കഴിയുന്ന മതി. ഒരു 45 ദിവസത്തേക്ക് നിങ്ങൾ വിദ്യാവീതിക്കൊന്ന് എന്താ പറയുക ഒരു വിധേയരായിട്ടിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതെന്തിനാ ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, ഇപ്പൊ 10 പേര് ചോദ്യം ഇട്ടു, ഇനിയിപ്പോ 15ാമത് ഞാൻ എന്തിനാ ഇടുന്നത്, ഇല്ല 12ാമത് ക്രമ നമ്പർ ഇപ്പൊ ഞാൻ ഇട്ടില്ല, എന്നാ കുഴപ്പം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ആ ഒരു ചിന്തകളും അതൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഒന്ന് താഴെ. എന്നാലേ നമുക്ക് എന്താ പറ്റുള്ളൂ, നമുക്കൊരു ഇതിലേക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു നമ്മുടെ വീക്ക് പോയിന്റ് നമുക്ക് മനസ്സിലാക്കി നമുക്ക് അതൊന്ന് തീർക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് ഗ്രൂപ്പിൽ കുറച്ച് നിയമങ്ങളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഓക്കെ, താങ്ക്സ്, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകള്, സ്മൈലികള്, സ്റ്റിക്കറുകള്, ഇതൊന്നും പാടില്ല. ഒക്കെ എനിക്ക് പാടും, പക്ഷെ നിങ്ങൾക്ക് പാടും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയിടുക, ക്വസ്റ്റ്യൻ എഴുതിയിടുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കും. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ദിവസം 3 തവണയെങ്കിലും നോക്കി. നമ്മൾ അതാത് ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അന്നായിരിക്കും പെട്ടെന്ന് നമുക്ക് ടീച്ചറിനെ കിട്ടുക. ഇപ്പൊ നമ്മൾ പുറത്തുനിന്നൊക്കെ ടീച്ചർമാരെ കൊണ്ടുപോയി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അന്നായിരിക്കും നമുക്കൊരു ടീച്ചറിനെ കിട്ടുക. ഇപ്പൊ രാവിലെ നമുക്ക് കിട്ടിയ നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒരു മെസ്സേജ് ഇടും, വൈകുന്നേരം 4 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, എല്ലാവരും പങ്കെടുക്കുക. അപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഒരു 3-4 തവണ എല്ലാ ദിവസവും കയറി നോക്കി. പിന്നെ നിങ്ങൾക്ക് അറിയാം 114 പേരുള്ള ഗ്രൂപ്പാണ്. ഇതിന്റെ അകത്ത് അധ്യാപകരുണ്ട്, അധ്യാപികമാരുണ്ട്, സിസ്റ്റർമാരുണ്ട്. അപ്പം ഇവരെയൊക്കെ നമ്പർ നിങ്ങൾ പേഴ്സണലായിട്ട് എടുത്തിട്ട് നിങ്ങൾ എവിടം വരെ പഠിച്ചു, ഏത് കാറ്റഗറിയാ പഠിക്കുന്നേ,
ആ പഠനം വല്ലതും ഒക്കെ ആയോ, അപേക്ഷ വെച്ചോ, എങ്ങനെയുള്ള കാര്യങ്ങൾ, ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയോ, ഇതൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചാണ്. അതിൻ്റെ അകത്തുനിന്ന് വേറെ ആരുടെയും നമ്പർ എടുത്തിട്ട് പേഴ്സണലായിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് അവരുടെ ക്ഷേമം അന്വേഷിക്കാനൊന്നും നിങ്ങൾ പോകണം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങളുടെ കാര്യം കഴിയുക. ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരമൊക്കെ നമുക്ക് വേണം ഉണ്ടാക്കാം. എന്നാലും അതിനു മുമ്പ് നിങ്ങൾ ഈ പറയുന്ന മറ്റ് പരിപാടി കൊളാബറേഷൻസ് ഒന്നും അവിടെ വേണം. കാരണം ഇതിനു മുമ്പ് അതെ ടീച്ചർമാരും ടീച്ചർമാരും ഒക്കെ ആയിട്ട് പല പ്രശ്നങ്ങളും നടത്തിയിട്ടുമുണ്ട്. അതിൻ്റെ അകത്തൊക്കെ നമ്മൾ പിന്നെ മധ്യസ്ഥത നിൽക്കേണ്ടതും പരിഹരിക്കേണ്ട വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഇവിടെ ഒരു ബാച്ചിൽ എങ്ങനെ പോയാലും ഓരോ പരീക്ഷയ്ക്ക് നമ്മളൊരു 300 പേരെ എങ്കിലും ഓരോ ബാച്ചിലും പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ. ഈ വാട്സാപ്പിന്റെ ഒരു മെയിൻ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ആ ഗ്രൂപ്പ് നിയമങ്ങളൊക്കെ നിങ്ങളൊന്ന് പാലിച്ചേക്കാം. പിന്നെ ഇത് നിങ്ങളുടെ അവസാന ശ്രമമായിരിക്കാം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ, അത് നമ്മൾ പേടിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊന്ന് തയ്യാറെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടന്നൽ കൂടിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തും. എന്തിനാ അങ്ങോട്ടേക്ക് ഞാൻ പോവുക, അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട്. അല്ലാതെ കടന്നൽ എന്നെ കുത്തും അപ്പൊ അന്നേരം ഞാൻ എന്താ ഓടണം കരയണം എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പോകും. നമ്മളൊരു തയ്യാറെടുപ്പ്, അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നുള്ളൊരു തയ്യാറെടുപ്പ്. ആ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളുടെ അവസാന ശ്രമമാണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ടൊന്ന് ആഞ്ഞു പിടിക്കും. പിന്നെ സ്വന്തം നിലപാട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിലപാട് വേണം. ഈ പരീക്ഷനെ നിങ്ങൾ എങ്ങനെ കാണും, വിദ്യാവിധിനെ എങ്ങനെ കാണും, അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് തരുന്ന ഒരു സ്ഥാനം, നമുക്ക് തരുന്ന ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് എന്തൊക്കെ തരണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടണം. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടീനെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയാലാണ് അവനെ പഠിപ്പിച്ച് അവനൊരു മാതൃകയായിട്ടുള്ള ഒരു പയ്യനാക്കി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാക്കി മാറ്റുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങളെ സർവീസിലുള്ള അധ്യാപകരാണ്. അപ്പൊ അതുപോലെയുള്ള നിങ്ങളെ വേണം ഞങ്ങൾക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു രീതിയോ അതൊന്നും നമുക്ക് വേണം. നമുക്ക് ആ ഒരു നിലപാടുള്ള ആളുകളായിരിക്കണം നമ്മുടെ ക്ലാസ്സിൽ കയറുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എന്ത് കാര്യം ടു Z കാര്യങ്ങൾക്ക് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാല് ഈ സർവീസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളോടൊപ്പം നമ്മളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും എന്താണ്ട് ബുദ്ധിമുട്ടേണ്ട കാര്യം. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് 10-ാം തീയതി മുതലാണ് ആരംഭിക്കും. തിരക്കൊന്നും പിടിക്കണ്ട, 19-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ അത് അപേക്ഷ വെച്ചാൽ മതി. പിന്നെ അപേക്ഷയുടെ പ്രിന്റ് നിങ്ങൾ ഒരെണ്ണം എടുത്ത് കൈ വെക്കണം. കാരണം അതും വെരിഫിക്കേഷന് പോകുമ്പോൾ അതും ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കൂടെ വേണം കൊണ്ടുപോകാനായിട്ട്. 23 മുതൽ 30 വരെയാണ് അതിനുള്ള സമയം, വെരിഫിക്കേഷനുള്ള സമയം. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കും. പിന്നെ നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പിലൊന്നും വേണമെന്നില്ല. നിങ്ങളിപ്പം വേണ വാട്സാപ്പിൽ മറ്റു ഗ്രൂപ്പുകൾ വിദ്യാഭ്യാസത്തിന്റെ അകത്തൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ പുറത്തു പോകാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ വിദ്യാവീതിയുടെ ക്ലാസ്സുകൾ ഇപ്പൊ മുതൽ ആരംഭിക്കുകയാണ്. കൃത്യം 9 മണി സമയമായിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ ജീന ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മൈക്ക് ലൂക്കിന് കൈമാറുന്നു എന്ന് പറഞ്ഞാൽ മൈക്ക് ഞാൻ ജീന ടീച്ചറിന് കൈമാറുകയാണ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു പ്രഗത്ഭരായ അധ്യാപകർ. ഇപ്പൊ ജീന ടീച്ചറിന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ജീന ടീച്ചറിനെ കുറിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് അപ്പൊ പറയാതിരുന്നത്. അഖില ടീച്ചറിനെ കുറിച്ച് മാത്രം പറഞ്ഞു. ജീന ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേട്ടിട്ട് എന്താണ് നമ്മുടെ ഓഫ്ലൈൻ കോച്ചിങ് തുടങ്ങിയ സമയം മുതലാണ് ജീന ടീച്ചർ നമ്മളിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ടീച്ചർ ഒരുപാട് B.Ed M.Ed കോളേജുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ്. ടീച്ചർ ഒരു എന്താ പറയുന്നത്, ടീച്ചറിന്റെ ആ PPT മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അതിനുള്ള കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്നു. ടീച്ചർ വലിച്ചു വാരി നിങ്ങളിപ്പം ടീച്ചറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് ഇവരിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞോ. നിങ്ങൾ അടച്ച പൈസ 1 രൂപയായാലും 1000 രൂപയായാലും 2000 രൂപയായാലും എത്ര രൂപയായാലും സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ ഞാനത് നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞതിന്റെ കാരണം എനിക്ക് ഇവരിലൊരു വിശ്വാസം. അപ്പം അത്രയ്ക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ടു Z സൈക്കോളജിയുടെ 2 വർഷങ്ങളായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഈ പറയുന്ന 8-9 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ടീച്ചർ. അപ്പൊ നിങ്ങൾ അതിന്റെ അകത്ത് ആ ഒരു ക്ഷമയും ആ ഒരു ആത്മാർത്ഥതയും കാണിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒന്നും ചോദിക്കാനില്ല എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 1 മിനിറ്റ് സമയം തരാം. ഇല്ലെങ്കിൽ നമ്മൾ ജീന ടീച്ചർ വഴക്കുണ്ടാക്കും. ജീന ടീച്ചർ 1 മണിക്കൂർ സമയം നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞേക്കുന്ന ക്ലാസ്. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക്, ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട വിധം, ഡെമോ വീഡിയോ അടക്കം നിങ്ങളുടെ ഗ്രൂപ്പിൽ തരും. അതിനുശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്നാലേ നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നയിക്കാനായി നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജീന ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജീന ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു മൈക്ക് ഒന്ന് ഓഫ് ആക്കുക കേട്ടോ. ഹലോ, തുടങ്ങാൻ ടീച്ചറെ നമുക്ക്. ഓക്കെ സാർ, താങ്ക് യു സാർ. അപ്പം എല്ലാവർക്കും ദൈവാനുഗ്രഹം.
ടീച്ചർ ഒരു നല്ല ഗുരുനാഥയാണ്. ടീച്ചറിന്റെ അനുഗ്രഹം മേടിച്ച് എല്ലാവരും സൈക്കോളജിയിലേക്ക് കടക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ വിദ്യാവിധിയുടെ കേറ്റഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റഗറി 1 to 4 സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. പിന്നെ നിർദ്ദേശങ്ങളെല്ലാം സാറ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ചൈൽഡ് സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കിൽ നിന്നും 30 മാർക്കിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ ക്ലാസ്സും കൃത്യമായി അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും 25 മാർക്കിന് മുകളിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞ പോലെ നിങ്ങൾ സർവീസിലുള്ള ടീച്ചേഴ്സ് ആയതിനാൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻസ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഓരോ ടോപ്പിക്കും പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വളരെ ക്ലിയർ ആയിട്ട് അത് പഠിക്കുക. പിന്നെ അന്നെന്ന് തന്നെ പഠിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടെൻഷനോ അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ടീച്ചേഴ്സ് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ സൈക്കോളജി ഇതൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. ഓരോ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് കുറച്ച് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. PPT കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് അപ്പൊ കേട്ടിട്ട് കാറ്റഗറി 1 to 4 ചൈൽഡ് സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കാണ് ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് എന്താണ് സൈക്കോളജി അല്ലെങ്കിൽ എന്താണ് മനഃശാസ്ത്രം എന്ന് നമുക്ക് പഠിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ഇത് സിലബസിൽ ഉള്ളതല്ല, എന്നാലും നിങ്ങൾ ആ ബേസിക് ആയിട്ട് എന്താണ് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ 2 സ്ലൈഡ് ഈ മനഃശാസ്ത്രത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പൊ മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ സൈക്കെ എന്നും ലോഗോസ് എന്നും 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ സൈക്കെ എന്നും, സൈക്കെ എന്നാൽ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്നാണ് അർത്ഥം. ലോഗോസ് എന്നാൽ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം. അപ്പൊ അങ്ങനെ ആത്മാവും ശാസ്ത്രം എന്നീ 2 വാക്കുകൾ, ഗ്രീക്ക് പദമായ 2 വാക്കുകളിൽ നിന്നാണ് മനഃശാസ്ത്രം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കലാണ്. അപ്പൊ മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കലാണ്. ഇതുകൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ സൈക്കയും ലോഗോസ് അല്ലെങ്കിൽ സോൾ എന്നും സയൻസ് എന്നും അല്ലെങ്കിൽ ആത്മാവ് ശാസ്ത്രം എന്നീ 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കൽ ആണ്. അതുപോലെ ഈ നമ്മുടെ റുഡോൾഫ് ഗോക്കൽ, ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കൽ മനഃശാസ്ത്രം എന്ന പദം ഉപയോഗിക്കുന്നതിന് 60 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു ക്രേഷ്യൻ കവിയായ മാർക്കോ മെർലിക് എന്ന കവി തൻ്റെ കവിതകളിൽ സൈക്ലോജിയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കൂല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആദ്യമായിട്ട് മനഃശാസ്ത്രം എന്ന പദം ഉപയോഗിച്ചത് റുഡോൾഫ് ഗോക്കൽ, ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കലാണ്. ഈ റുഡോൾഫ് ഗോക്കൽ മനഃശാസ്ത്രം എന്ന പദം ഉപയോഗിക്കുന്നതിനും 60 വർഷങ്ങൾക്ക് മുൻപ് ക്രേഷ്യൻ കവിയായ മാർക്കോ മെർലിക് എന്ന ഒരു കവി അദ്ദേഹത്തിന്റെ കവിതയിൽ സൈക്ലോജിയ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടായിരുന്നു.
ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതിൽ രണ്ട് പിന്നെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? റുഡോൾഫ് ഗോക്കൽ ആണ്. ഓക്കെ, ഇനി അടുത്തത്, മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വില്യം വൂണ്ട്. വില്യം വൂണ്ടിനെയാണ് മനഃശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഫാദർ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ആരാണ്? നമ്മുടെ വില്യം വൂണ്ടാണ്. അതായത് ഈ പിക്ചറാണ്, ഇതാണ് നമ്മുടെ വില്യം വൂണ്ട്. വില്യം വൂണ്ടിനെയാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നിങ്ങൾ തെറ്റിക്കല്ലേ. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അടുത്ത്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് നമ്മുടെ E.L. തോണ്ടേക്ക്. തോണ്ടേക്കിനെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ തോണ്ടേക്കാണ്. E.L. തോണ്ടേക്കാണ്. അപ്പൊ ഇതില് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തോണ്ടേക്കിനെയാണ്. അപ്പൊ ഇത് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതെ വളരെ കൃത്യമായിട്ട് ഓർത്തു വച്ചിരിക്കുക. ഓക്കെ, ഇനി പറയണോ ഇത്? വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് മനഃശാസ്ത്രത്തിനെ കുറിച്ചുള്ള കുറച്ച് നിഗമനങ്ങളാണ്. മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള കുറച്ച് നിഗമനങ്ങൾ എന്ന് വെച്ചാല്, പണ്ട് കാലത്ത് മനഃശാസ്ത്രത്തെ ഏതൊക്കെ രീതിയിലാണ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നതെന്ന് ആദ്യമായിട്ട് നമുക്കറിയാം. നമ്മുടെ ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമുക്ക് സംസ്കാരം ഉടലെടുത്തു തുടങ്ങിയപ്പോഴുള്ളവരൊക്കെയാണ് നമ്മുടെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ. അപ്പൊ അവരുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്രം എന്നാൽ ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. നമ്മുടെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, റൂസോ അവരൊക്കെ പറഞ്ഞിരുന്നത് മനഃശാസ്ത്രം എന്നാൽ ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് പറഞ്ഞത്. അപ്പം പിൽക്കാലത്ത് വന്നവർ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത കാലഘട്ടങ്ങളിൽ വന്നവർക്ക് ആത്മാവ് എന്ന പദത്തെക്കുറിച്ച് വ്യക്തമായ ഒരു നിർവചനം നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നമുക്കായാലും നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ആത്മാവ്? ആത്മാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആത്മാവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആത്മാവിനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് പിൽക്കാലത്ത് വന്ന നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു? ഈ ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന നിർവചനത്തെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ നിരാകരിച്ചു. വേണ്ട എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് അല്ല എന്ന് അതിനെ തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജർമ്മൻ ഫിലോസഫറായ, നമ്മുടെ ജർമ്മൻ തത്വചിന്തകനായ കാന്ത് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫർ പറഞ്ഞതാണ് മനസ്സിന്റെ ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ മനഃശാസ്ത്രം എന്നാൽ ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ്. ആത്മാവിനെ കുറിച്ച് വ്യക്തമായ ഒരു നിർവചനമോ അല്ലെങ്കിൽ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു നിഗമനത്തിലോ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ വഴിയോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ കഴിഞ്ഞതിന് ശേഷം പിൽക്കാലങ്ങളിൽ വന്നവർ എന്ത് ചെയ്തു? ഈ ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന നിർവചനത്തെ തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജർമ്മൻ തത്വചിന്തകനായ കാന്ത് പറഞ്ഞതാണ് മനഃശാസ്ത്രം എന്നാൽ മനസ്സിന്റെ ശാസ്ത്രം. മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുള്ളവരാണ്, അല്ലാതെ ഈ പുതിയ
ഇപ്പൊ BEdോ അല്ലെങ്കിൽ DLEdോ കഴിയുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോയാൽ അവിടെ ചോദിക്കുകയാണ് എന്താണ് മനഃശാസ്ത്രം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചാടിക്കേറി മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ആൻസർ തെറ്റാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം മനസ്സിനെ കുറിച്ച്. ഇപ്പം മനസ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ആർക്കും നൽകാൻ കഴിയില്ല. അല്ലെങ്കിൽ മനസ്സിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ ചിലവർ പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്ക് മനസ്സില്ല, എനിക്ക് ചെയ്യാൻ മനസ്സില്ല. പക്ഷെ മനസ്സ് എവിടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് മനസ്സ് എന്ന്, അല്ലെങ്കിൽ മനസ്സ് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു കൺഫ്യൂഷനാണ് ഭയങ്കര. അപ്പം ആ ഒരു ഡെഫിനിഷനും, ആ മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന ഡെഫിനിഷനും എന്ത് ചെയ്തു, നിരാകരിച്ചു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വില്യം ജെയിംസും വില്യം വൂണ്ടും, നമ്മുടെ മനഃശാസ്ത്രത്തിന്റെ പിതാവായ വില്യം വൂണ്ടും അതുപോലെ വില്യം ജെയിംസും ചേർന്ന് പറഞ്ഞതാണ് മനഃശാസ്ത്രം എന്നാൽ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം. ബോധമണ്ഡലം എന്താണ്? ബോധമണ്ഡലം അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ, നിങ്ങളിപ്പം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണെങ്കിൽ അതാണ് ബോധമണ്ഡലം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനെങ്കിലും കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് എന്താണ് ബോധമണ്ഡലം. നമ്മൾ മനുഷ്യര് പ്രധാനമായിട്ടും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ കേട്ടിട്ട് എക്സാം എഴുതാൻ പോവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും എന്താണ് കോൺഷ്യസ് മൈൻഡോടുകൂടെ ഇരുന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് എല്ലാവരും കോൺഷ്യസ് മൈൻഡോടുകൂടെ ഇരുന്നാണ് എന്ത് ചെയ്യുന്നത് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ബോധമണ്ഡലം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യർ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ അറ്റൻഷനോടുകൂടെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ വ്യക്തമായി ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ബോധമണ്ഡലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചുരുങ്ങിയത് ഒരു 5 മിനിറ്റ് പോലും നമ്മൾ ഒരു കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മാത്രം ഉള്ള ഒരു ശാസ്ത്രത്തെയാണ് എന്താണ് മനഃശാസ്ത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ സ്കൂളിലെ കുട്ടികളെ എടുത്താൽ തന്നെയും എല്ലാരും ക്ലാസ് എന്ത് ചെയ്യോ, അറ്റൻഡ് ചെയ്യോ? ഇല്ല. ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായിരിക്കും, പക്ഷെ വളരെ ശ്രദ്ധയോടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കും. ബാക്കി സമയങ്ങളെല്ലാം അവരുടെ എന്താണ് മനസ്സ് അവിടെ ഓരോരോ പ്രവർത്തികളിലായിരിക്കും. അപ്പൊ ബോധമണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ മാത്രമുള്ള ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നതും പിൽക്കാലത്ത് വന്നവരെന്ത് ചെയ്തു റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നിരാകരിച്ചു, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജെ ബി വാട്സൺ പറഞ്ഞതാണ് മനഃശാസ്ത്രം എന്നാൽ വ്യവഹാരത്തിന്റെ ശാസ്ത്രം. അപ്പൊ ജെ ബി വാട്സനെയാണ് പറയുന്നത് വ്യവഹാരവാദത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ ബിഹേവിയറിസത്തിന്റെ പിതാവ് എന്ന പേരിലൊക്കെ നമ്മുടെ ജെ ബി വാട്സനെ പറയും. അപ്പൊ ജെ ബി വാട്സൺ പറഞ്ഞതാണ് മനഃശാസ്ത്രം എന്നാൽ വ്യവഹാരത്തിന്റെ ശാസ്ത്രം, അല്ലെങ്കിൽ ജീവനുള്ളവയുടെ വ്യവഹാരത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം വ്യവഹാരം എന്ന് വെച്ചാൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ സ്വഭാവങ്ങൾ. നമുക്ക് ഒരു മനുഷ്യന്റെ സ്വഭാവം നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും, അതിനെ നിർവചിക്കാൻ പറ്റും, അതിനെ മാറ്റാൻ പറ്റും. അതിനു വേണ്ടി നമ്മുടെ ജെ ബി വാട്സനും തന്റെ കൂട്ടുകാരും ചേർന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ പട്ടിയിലും പൂച്ചയിലും പ്രാവിലും ഒക്കെ നടത്തിയാണ്, എലികളിലും നടത്തി എന്ത് മനസ്സിലാക്കി, മനഃശാസ്ത്രം എന്നാൽ വ്യവഹാരത്തിന്റെ ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ഒരു നിർവചനമാണ് യൂണിവേഴ്സലി എന്ന് വെച്ചാല് എല്ലാരും ലോകം മൊത്തമായിട്ടും അംഗീകരിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനമാണ് മനഃശാസ്ത്രം എന്നാൽ വ്യവഹാരത്തിന്റെ ശാസ്ത്രത്തെ, അല്ലെങ്കിൽ ജീവികളുടെ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ വ്യവഹാരത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും പറഞ്ഞതിന് കാരണം
ഇപ്പൊ മനഃശാസ്ത്രം എന്നാൽ എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയല്ല മനഃശാസ്ത്രം എന്ന് പറയുന്നത്, ജീവികളുടെ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ വ്യവഹാരത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പം ഈ വ്യവഹാരത്തിന്റെ ശാസ്ത്രം അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ വ്യവഹാരത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് നമ്മുടെ വ്യവഹാരവാദത്തിന്റെ പിതാവായ JB വാട്സൺ ആണ്. ഇതാണ് മനഃശാസ്ത്രത്തിലെ പണ്ട് കാലം മുതൽ നിന്നിരുന്ന നിഗമനത്തെ മാറ്റി മാറ്റി അല്ലെങ്കിൽ നിർവചനം മാറ്റി മാറ്റി അവസാനം ഏത് നിർവചനത്തിലാണ് എത്തിച്ചേർന്നതെന്നുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള നിർവചനങ്ങൾ 1 or 2 നിങ്ങൾ പഠിച്ചാൽ മതി. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രമെന്ന് നമ്മുടെ സ്കിന്നർ പറഞ്ഞതാണ്. ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ എക്സ്പീരിയൻസിനെയും ബിഹേവിയറിനെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രമെന്ന് നമ്മുടെ സ്കിന്നർ പറഞ്ഞു. അതുപോലെ പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ പ്രതിപാദിക്കുന്ന ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് മർഫി പറഞ്ഞു. അതുപോലെ ക്രോയൻക്രോ പറഞ്ഞത് മനുഷ്യ ബന്ധങ്ങളുടെയും മനുഷ്യ വ്യവഹാരങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രമെന്ന് ക്രോയൻക്രോ പറഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. ഇനി ആണ് നമ്മുടെ സിലബസിലോട്ട് വരുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ചാണ് നമുക്കിനി നമ്മുടെ സിലബസിലോട്ട് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് മനഃശാസ്ത്രത്തെ 2ആയിട്ട് തരംതിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മനഃശാസ്ത്രത്തെ 2ആയിട്ട് തരംതിരിക്കാം. കേവല മനഃശാസ്ത്രമെന്നും പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി എന്നും അപ്ലൈഡ് സൈക്കോളജി എന്നും മനഃശാസ്ത്രത്തെ 2ആയിട്ട് തരംതിരിക്കാം. കേവല മനഃശാസ്ത്രമെന്നും പ്രയുക്ത മനഃശാസ്ത്രം. കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞാല് നമ്മളെ മനുഷ്യരെ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളെ എന്ന് വെച്ചാൽ പ്യുവർ ശുദ്ധമായി അവരെ ഒരു മായവും കലരാത്ത രീതിയിൽ ഇപ്പൊ ഒരു കൊച്ചു കുട്ടികളുടെ വളർച്ചയെ കുറിച്ച് പഠിക്കുന്നത്, അതുപോലെ അവരുടെ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നത്, പിന്നെ എന്തെങ്കിലും മനുഷ്യർക്കുള്ള അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്നത്, ഇതെല്ലാമാണ് കേവല മനഃശാസ്ത്രത്തിൽ വരുന്നത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മുടെ ശിശു മനഃശാസ്ത്രം വരുന്നത്, നമുക്ക് പഠിക്കാനുള്ള ശിശു മനഃശാസ്ത്രം വരുന്നത് ഒരിക്കൽ പരീക്ഷയ്ക്ക് ഈ കേറ്റിട്ട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശിശു മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിന്റെ ഏത് ശാഖയിലാണ് പെടുന്നത്? എന്നിട്ട് കുറെ 4 ഓപ്ഷനും തന്നിട്ടുണ്ടായിരുന്നു. ശിശു മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിന്റെ ഏത് ശാഖയിലാണ് പെടുന്നത്? കേവല മനഃശാസ്ത്രം. ഓക്കെ, വെരി ഗുഡ്. കേവല മനഃശാസ്ത്രത്തിലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വികാസ മനഃശാസ്ത്രം, അതുപോലെ ജനറൽ സൈക്കോളജി, അതുപോലെ സാമൂഹ്യ മനഃശാസ്ത്രം, അബ്നോർമൽ സൈക്കോളജി, ഇതെല്ലാം നമ്മുടെ കേവല മനഃശാസ്ത്രത്തിലാണ് വരുന്നത്. വികാസ മനഃശാസ്ത്രം എല്ലാം കേവല മനഃശാസ്ത്രത്തിലാണ് വരുന്നത്. അടുത്തത് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്ന് വെച്ചാല് നമ്മുടെ മനഃശാസ്ത്രത്തെ ഏതെങ്കിലും ശാഖയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മനഃശാസ്ത്രത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങളിലാണെങ്കിൽ ആരോഗ്യ മനഃശാസ്ത്രം, അതുപോലെ സ്പോർട്സിലാണ് സ്പോർട്സ് സൈക്കോളജി, ക്ലിനിക്കലാണെങ്കിൽ ക്ലിനിക്കൽ, മിലിറ്ററിയിലാണെങ്കിൽ മിലിറ്ററി, ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അതാണ് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള എഡ്യൂക്കേഷണൽ സൈക്കോളജി മനഃശാസ്ത്രത്തിന്റെ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിലാണ് വരുന്നത്. ഇത്രയും നിങ്ങൾ തെറ്റാതെ ഓർത്തു വയ്ക്കുക. അപ്പൊ മനഃശാസ്ത്രത്തെ 2ആയിട്ട് തരംതിരിക്കാം. കേവല മനഃശാസ്ത്രം എന്നും പ്രയുക്ത മനഃശാസ്ത്രം. കേവലം എന്ന് വെച്ചാൽ പ്യുവർ സൈക്കോളജി, മറ്റേതാണെങ്കിൽ പ്യുവർ സൈക്കോളജി എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യര് പച്ചയായി എന്ന് വെച്ചാൽ അവരുടെ ഗ്രോത്ത്, അവരുടെ ഡെവലപ്മെന്റ്, അവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ, അതിനെയൊക്കെ കുറിച്ചാണ് കേവല മനഃശാസ്ത്രം. എന്നാൽ പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനഃശാസ്ത്രത്തെ ഏതെങ്കിലും ശാഖയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ പോലീസിൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് സൈക്കോളജി പഠിക്കാനുണ്ട്. എന്താണ് അവരുടെ ഇപ്പൊ ഒരു കള്ളനെ എങ്ങനെയാണ് പിടിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കേസൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം, അതിനെക്കുറിച്ച്. അതുപോലെ
മിലിറ്ററി നമ്മൾ സൈന്യത്തിലും നമുക്ക് സൈക്കോളജി പഠിക്കാനുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ എങ്ങനെ തയ്യാറെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഭീകരരെ എങ്ങനെ നേരിടണം, പിന്നെ എന്തൊക്കെ രീതിയിലായിരിക്കണം മറ്റു മനുഷ്യരെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിനെയൊക്കെയാണ് ആ മിലിറ്ററിയിൽ എന്ത് ചെയ്യുന്നത്, സൈക്കോളജി ആയിട്ട് പഠിപ്പിക്കുന്നത്. അത് വരുന്നതും പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പറയണോ? വേണ്ട. ഇതുവരെ പഠിപ്പിച്ചത് ഈ മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ 2 വാക്കുകളിൽ നിന്നുണ്ടായത്. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച റുഡോൾഫ് ഗോക്കലാണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം വോണ്ടിനെയാണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജിയുടെ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ്. അതുപോലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ തോണ്ടേക്കിനെ ആണ്. അടുത്തത്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ 2ആയിട്ട് തരംതിരിക്കാം. കേവല മനഃശാസ്ത്രമെന്നും പ്രയുക്ത മനഃശാസ്ത്രമെന്നും. കേവല മനഃശാസ്ത്രം പ്യുവർ സൈക്കോളജി. കേവല മനഃശാസ്ത്രത്തിൽ വരുന്നതാണ് നമ്മുടെ എന്താണ് ശിശു മനഃശാസ്ത്രം. ശിശു മനഃശാസ്ത്രം വരുന്നത് കേവല മനഃശാസ്ത്രത്തിന്റെ ശാഖയിലാണ്. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം വരുന്നത് പ്രയുക്ത മനഃശാസ്ത്രം എന്ന മനഃശാസ്ത്ര ശാഖയിൽ ആണ്. ഇനി നമ്മുടെ ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീൻ പിയാഷെയാണ്. ആരെയാണ്? ജീൻ പിയാഷെ. ഇത് ഞാൻ പിന്നീട് പഠിപ്പിക്കുക, എന്നാലും നിങ്ങൾ ഓർത്തിരിക്കുക. ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന അല്ലെങ്കിൽ ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് ജീൻ പിയാഷെ ആണ്. ഓക്കെ, അടുത്തിനി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. അത് വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രത്തെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നമ്മുടെ പീൽ എന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞു. അതുപോലെ ബോധന പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രത്തെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് സ്കിന്നർ പറഞ്ഞു. ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് സ്കിന്നർ പറഞ്ഞു. അതുപോലെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള അനുഭവങ്ങളെയും എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് ക്രോ പറഞ്ഞു. ഇതെന്ന് വെച്ചാല് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ ഡെഫിനിഷനാണ്. കുറെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞതാണ്. നിങ്ങളും കുറച്ച് എവിടെ നിന്നെങ്കിലും വളരെ പ്രശസ്തരായ കുറച്ച് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞ ഡെഫിനിഷൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വച്ചിരിക്കുക. ചിലപ്പോൾ കാരണം ഇപ്പൊ ഒരു 3-4 വർഷം കൊണ്ട് ഈ കേറ്റിന് ഇങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരുടെ നിർവചനമാണ് എന്ന് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റോ എന്തെങ്കിലും റെഫർ ചെയ്ത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ച് കുറച്ച് ഡെഫിനിഷൻ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്തിനി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകൾ അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ അതിന് അപ്രോച്ചസ് ഓഫ് സൈക്കോളജി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷെ ഒരു പ്രയാസവുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് വെറും പോയിന്റ്സ് മാത്രം പഠിച്ചു പോകാം. ഓക്കെ, മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ ഇതിന് സ്കൂൾസ് ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകൾ എന്ന് വെച്ചാൽ മനഃശാസ്ത്രത്തെ പണ്ട് കാലം മുതൽ ഏതൊക്കെ രീതിയിലാണ് മനഃശാസ്ത്രം എന്താണ്, ഏതൊക്കെ രീതിയിലാണ് അതിനെ പറഞ്ഞിരുന്നത്, ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള പിന്നെ എന്താണ് വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരിതാണ്. അന്ന് തൊട്ട് വളരെ ഈ നമ്മുടെ സംസ്കാരം തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം വരെ നമ്മൾ ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര സമീപനങ്ങൾ എന്തൊക്കെ രീതികളാണ് നമ്മൾ വിദ്യാഭ്യാസത്തിലായാലും നമ്മുടെ ജീവിതത്തിലായാലും ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ ഉള്ളത്. അതാണ് മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ അപ്രോച്ചസ് ഇൻ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകൾ അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന ടോപ്പിക്കിൽ ഉള്ളത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് 7 തരം വാദങ്ങളെ കുറിച്ചാണ്.
വാദഗതികളാണ്, വാദങ്ങളെ കുറിച്ചാണ്. ഘടനാവാദം ഒന്നാമത്തത് ഏതാണ്? ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം, ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം, സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസം, വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം, മാനസിക അപഗ്രഥന അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്, മാനവികതാവാദം ഹ്യൂമാനിസം, ജ്ഞാനനിർമ്മിതിവാദം കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ഇത്രയും ഇസങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും വാദങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്തായാലും ഇതിൽ നിന്ന് മിനിമം ഒരു 2 or 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഇത്രയും നാളും കേട്ടിട്ട് എക്സാം നടത്തിയിട്ടില്ല. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഇതിലെ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഇതിലെ മെയിൻ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ മൊത്തം സൈക്കോളജിയിൽ ഇതിനെ ബേസ് ചെയ്താണ്, തിയറികളായാലും എല്ലാം ഇതിനെ ബേസ് ചെയ്താണ് ഉള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങൾ നല്ല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള സിലബസ് ഒക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിനി ഈ വാദങ്ങൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകൾ ഏതൊക്കെയാണെന്ന് ഒരു 7 എണ്ണം പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് ഘടനാവാദം, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് സ്ട്രക്ചറലിസം. അപ്പൊ ഘടനാവാദം ആദ്യത്തെ മനഃശാസ്ത്ര സമീപനമാണ് ഘടനാവാദം. അപ്പൊ അതെല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ആണ് ഘടനാവാദം. അപ്പൊ ആദ്യത്തെ മനഃശാസ്ത്ര സമീപനമാണ് ഘടനാവാദം. വില്യം വൂണ്ടാണ് എന്ത് ചെയ്തത്? തുടക്കം കുറിച്ചത്. ഈ ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം വൂണ്ടാണ്. പക്ഷെ ഘടനാവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എഡ്വേർഡ് ടിച്ച്നറിനെയാണ് ഘടനാവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ വില്യം വൂണ്ടാണ് തുടക്കം കുറിച്ചത്. മനഃശാസ്ത്ര സമീപനത്തിന്റെ ആദ്യത്തെ സമീപനമാണ് ഘടനാവാദം. ഘടനാവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എഡ്വേർഡ് ടിച്ച്നറിനെയാണ് ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഘടനാവാദത്തിൽ അന്തർനിരീക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പൊ ഘടനാവാദം എന്ന് വെച്ചാൽ വളരെ പണ്ട് കാലത്ത് വില്യം വൂണ്ടിന്റെ കാലത്ത് മറ്റുള്ള മനുഷ്യരെ കുറിച്ച് അറിയുന്നത് അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്തെന്ന് കണ്ടുപിടിക്കുന്നത് അന്തർനിരീക്ഷണം വഴിയാണ്. അന്തർനിരീക്ഷണം മീൻസ് ഇൻട്രോസെപ്ഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സ്വയം എന്നെ തന്നെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഇപ്പൊ ഞാൻ നിങ്ങളോടെ എല്ലാം പറയാണ്, ഇന്ന് നിങ്ങൾ ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് എഴുതി തരാൻ പറയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? പകുതിയല്ല, ഒരു 95% പിന്നെ എന്താണ് ടീച്ചേഴ്സും ഇല്ലാത്ത കാര്യങ്ങളെ കൂടെ എന്ത് ചെയ്യും? ഉണ്ടാക്കി എഴുതും അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് അത് വായിച്ചിട്ട് ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അസസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ പണ്ട് കാലങ്ങളിൽ മനുഷ്യരെന്ത് ചെയ്യുന്നു? അവര് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൃത്യമായ വിവരങ്ങൾ മാത്രമേ നൽകാറുള്ളൂ. അപ്പൊ ആ വിവരങ്ങൾ വെച്ചാണ് അവരുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ അന്തർനിരീക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ഒരിക്കലും ഈ അന്തർനിരീക്ഷണം നമുക്ക് എന്ത് ചെയ്യും? കുട്ടികളിൽ ഉപയോഗിക്കാൻ പറ്റൂല. കാരണം അവര് ഭാവനയുടെ ലോകത്താണ്, ഇമാജിനേഷൻ. അവരില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാക്കി അവരെഴുതും. അപ്പൊ അവരുടെ സ്വഭാവത്തെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അസസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങളിപ്പോ എല്ലാവരും ടീച്ചേഴ്സ് ആണല്ലോ. അപ്പൊ നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്? ആർക്ക് പറയാം? നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പം നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ സ്വഭാവ സവിശേഷതകളെ നിങ്ങൾ എങ്ങനെയായിരിക്കും കണ്ടെത്തുന്നത്? ചിലപ്പോൾ 1 മാസം എടുക്കാം, ചിലപ്പോൾ 2 മാസം എടുക്കാം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം എടുക്കാം. എന്നാലും നിങ്ങൾ എങ്ങനെയായിരിക്കും കൂടുതലും ഓരോ കുട്ടികളുടെ സ്വഭാവ രീതികൾ നിങ്ങൾ കണ്ടെത്തുന്നത്? ഏത് രീതിയിലായിരിക്കാം? കേസ് സ്റ്റഡി. എന്താ? ഒബ്സർവേഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പണ്ട് കാലങ്ങളിൽ ഒബ്സർവേഷൻ വഴിയല്ല, അന്തർനിരീക്ഷണം ഇൻട്രോസെപ്ഷൻ വഴിയാണ് എന്ത് ചെയ്തത്? കുട്ടികളെ നിരീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകളെ കണ്ടെത്തിയിരുന്നത്. പക്ഷെ ഇപ്പോഴ്
എന്താണ് നമ്മുടെ ഒബ്സർവേഷൻ, നിരീക്ഷണം വഴിയും പല സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ വഴിയാണ്, ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരീക്ഷകൾ നടത്തിയൊക്കെയാണ് ബുദ്ധിയുണ്ടോ അല്ലെങ്കിൽ കുട്ടിയൊക്കെ എന്തിലാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിയാണ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഇത് ഞാൻ ആദ്യം പഠിപ്പിച്ചതാണ്. ആരെയാണ്? വില്യം വൂണ്ട്. വില്യം വൂണ്ടിനെയാണ്. അപ്പൊ വില്യം വൂണ്ടിനെയാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ മനഃശാസ്ത്രത്തിന് ഒരു ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ, ഒരു വ്യക്തമായ ഒരു രൂപഘടന നൽകിയത് നമ്മുടെ വില്യം വൂണ്ട് ആണ്. പിന്നെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും ആരാണ്? വില്യം വൂണ്ട് ആണ്. 1879 ജർമ്മനിയിലെ ലിപ്സീഗ് സർവകലാശാലയിലാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല വില്യം വൂണ്ട് സ്ഥാപിച്ചത്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നെ ഈ ഘടനാവാദത്തിലുണ്ട്. ആദ്യത്തെ മനഃശാസ്ത്ര സമീപനമാണ് ഘടനാവാദം. വില്യം വൂണ്ടാണ് തുടക്കം കുറിച്ചു എങ്കിലും പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഈ ഘടനാവാദത്തിൽ സംഭാവനകൾ നൽകിയതും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും ആരാണ്? നമ്മുടെ എഡ്വേർഡ് ടിച്ച്നർ ആണ്. അതുകൊണ്ട് ഘടനാവാദത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ എഡ്വേർഡ് ടിച്ച്നറിനെയാണ്. പിന്നെ ഈ ഘടനാവാദത്തിൽ സ്വഭാവ സവിശേഷതകളെ കണ്ടെത്തിയത് അന്തർനിരീക്ഷണത്തിലാണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്ന വില്യം വൂണ്ടാണ് ഒരു ഘടന, മനഃശാസ്ത്രത്തിന് ഒരു ഘടന ആദ്യമായിട്ട് നൽകിയത്. അതുപോലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും വില്യം വൂണ്ട് ആണ്. എവിടെയാണ്? ജർമ്മനിയിലെ ലിപ്സീഗ് സർവകലാശാലയിൽ 1879 നമ്മുടെ വില്യം വൂണ്ട് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. ഓക്കെ, അടുത്തത് മനുഷ്യ സ്വഭാവത്തെ കൃത്യനിഷ്ഠതയോടെ ആദ്യമായിട്ട് മെഷർ ചെയ്തതും അളന്നതും ആരാണ്? നമ്മുടെ വില്യം വൂണ്ട് ആണ്. മനുഷ്യ സ്വഭാവത്തെ വളരെ കൃത്യനിഷ്ഠതയോടെ ആദ്യമായിട്ട് അളന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്തതും വില്യം വൂണ്ട് ആണ്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാം, പല പല ഘടകങ്ങളായി വിഭജിക്കാമെന്നും പിന്നെ ആ ഘടകങ്ങളിൽ നിന്നാണ് ആശയങ്ങളും വികാരങ്ങളും വേർതിരിക്കുക എന്നുള്ള വാദത്തെയാണ് ഘടനാവാദം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അല്ലാതെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പം വില്യം വൂണ്ടാണ് തുടക്കം കുറിച്ചത്. ഘടനാവാദത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് എഡ്വേർഡ് ടിച്ച്നറിനെയാണ്. ഘടനാവാദത്തിൽ അന്തർനിരീക്ഷണത്തിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ അന്തർനിരീക്ഷണം വഴിയാണ് സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തിയിരുന്നത്. മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്ന വില്യം വൂണ്ടാണ് മനഃശാസ്ത്രത്തിന് ഒരു ഘടന ആദ്യമായി നൽകിയത്. അതുപോലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും വില്യം വൂണ്ടാണ്. ജർമ്മനിയിലെ ലിപ്സീഗ് സർവകലാശാലയിൽ 1879. അതുപോലെ മനുഷ്യ സ്വഭാവത്തെ വളരെ കൃത്യനിഷ്ഠതയോടെ അളന്നതും വില്യം വൂണ്ട് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഹലോ, ഇനി പറയണോ ഇത്? ഓക്കെ ഓക്കെ, ഇന്ന് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പം ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഇതെന്ത് ചെയ്യില്ല, മറക്കില്ല. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തതാണ് ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം. ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം. ധർമ്മവാദത്തിൽ മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം. നമ്മൾ മനസ്സ് എന്ത് ചെയ്യുന്നു അതിനാണ് പ്രാധാന്യം, എന്ന് വെച്ചാൽ ഫങ്ഷനാണ് പ്രാധാന്യം. ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദം ഏതാണ്? ധർമ്മവാദമാണ്. അപ്പം ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദം ഏതാണ്? നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആകാം, എന്താണ് ഏറ്റവും പഴക്കം ചെന്നത് ഏതാണ്? നിങ്ങൾ ചിലപ്പം ഘടനാവാദം ഒന്ന് എഴുതി കളയും. പക്ഷെ ഘടനാവാദത്തില് മനസ്സിന്റെ എന്താണ്, വെറും ഘടനയെ കുറിച്ചാണ് പറഞ്ഞത്, അതിന്റെ ഫങ്ഷനോ അല്ലെങ്കിൽ പ്രവർത്തനോ. ധർമ്മവാദം തൊട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ എന്താണ് മനസ്സിന്റെ പ്രവർത്തനങ്ങളും അത് എങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നതും അതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളെല്ലാം
നടത്തി തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദത്തെയാണ് ധർമ്മവാദം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പരിസരവുമായി ഒരു ജീവിക്ക് ഇണങ്ങിപ്പോകാൻ, എന്ന് വെച്ചാൽ നിങ്ങളെ ഏതൊരു സാഹചര്യത്തിൽ കൊണ്ട് നിർത്തിയാലും ആ സാഹചര്യവുമായി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മനസ്സിന്റെ ഒരു ധർമ്മത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ധർമ്മവാദം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന് പൂർണ്ണമായിട്ടും അവൻ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അവൻ എന്തൊക്കെ ധർമ്മങ്ങളാണ് ഉള്ളത് എന്നുള്ള ഒരു വാദമാണ് ധർമ്മവാദം. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് നിലവില് ഈ ധർമ്മവാദത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇന്നും എന്ത് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടുപോകുന്നു, എന്ന് വെച്ചാൽ തുടർന്നു കൊണ്ടുപോകുന്നു. പക്ഷെ ഘടനാവാദത്തിലെ ഒരു കാര്യവും നമുക്ക് ഇന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്തർനിരീക്ഷണം വഴി സ്വഭാവ സവിശേഷതകളൊന്നും കണ്ടെത്താൻ പറ്റൂല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ധർമ്മവാദം ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ധർമ്മവാദത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദം ധർമ്മവാദം എന്ന് പറയുന്നത്. പിന്നെ ധർമ്മവാദത്തിലെ പ്രധാന പഠന വിഷയങ്ങൾ, ധർമ്മവാദത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത് പഠനം, പിന്നെ പഠിച്ച കാര്യങ്ങളെ ഓർമ്മിക്കുക, ഓർമ്മ, അതുപോലെ പിന്നെ പഠിക്കാൻ കരുതി പ്രചോദനം നൽകുക, അതുപോലെ പ്രശ്നങ്ങളെ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇതിനൊക്കെയാണ് ധർമ്മവാദത്തില് ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ധർമ്മവാദത്തിലെ പഠന വിഷയങ്ങളിൽ അല്ലാത്തത് ഏത്? ഇപ്പൊ 4 എണ്ണം ഈ 4 എണ്ണത്തിൽ ഒന്നിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒന്നിനെ ഉൾപ്പെടുത്താതെ അങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട്. ധർമ്മവാദത്തിലെ പഠന വിഷയങ്ങൾ അല്ലെങ്കിൽ ധർമ്മവാദത്തിൽ പ്രാധാന്യം നൽകിയത് എന്തിനൊക്കെയാണ്? പഠനം, ലേണിംഗ്, മെമ്മറി, മോട്ടിവേഷൻ, പ്രോബ്ലം സോൾവിങ്. പഠനത്തിന്, ഓർമ്മയ്ക്ക്, പ്രചോദനത്തിന്, പ്രശ്ന അപഗ്രഥനം എന്നീ ധർമ്മങ്ങൾക്കായിരുന്നു ധർമ്മവാദത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത്. അടുത്ത് ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം ജെയിംസ് ആണ്. ധർമ്മവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ആരെയാണ്? വില്യം ജെയിംസിനെയാണ്. ഘടനാവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ധർമ്മവാദത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ ധർമ്മവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസിനെയാണ് ധർമ്മവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വില്യം ജെയിംസിനെ ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പൊ വില്യം ജെയിംസിനെ ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും വില്യം ജെയിംസ് ആണ്. ധർമ്മവാദത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയത് ജോൺ ഡൂയി ആണ്. നമ്മുടെ ജോൺ ഡൂയി ആണ് ഈ ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിയത്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയത് നമ്മുടെ ജോൺ ഡൂയി ആണ്. അതുപോലെ നമ്മുടെ വില്യം ജെയിംസ് രചിച്ച വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് മനഃശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയും. മനഃശാസ്ത്ര തത്വങ്ങൾ 1890 ആദ്യമായിട്ട് നമ്മുടെ വില്യം ജെയിംസ് മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. നമ്മുടെ മനഃശാസ്ത്രത്തിലെ അല്ലെങ്കിൽ സൈക്കോളജിയില് പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്കിന്റെ പേര് ഏതാണ്? നമ്മുടെ സൈക്കോളജിയിലെ ആദ്യത്തെ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത ഒരു ബുക്കിന്റെ പേരാണ് മനഃശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയും. അതും രചിച്ചത് നമ്മുടെ വില്യം ജെയിംസ് ആണ്. പിന്നെ ധർമ്മവാദത്തിന്റെ വക്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് നമ്മുടെ ജോൺ ഡൂയി. വക്താവ് മീൻസ് ഉപജ്ഞാതാവ് എന്ന് പറയുമ്പം മെയിൻ ആയിട്ട് അത് ചെയ്ത ആളാണ് ഉപജ്ഞാതാവ്. വക്താവ് എന്ന് പറയുമ്പം കൂടെ നിന്ന് എന്ന് വെച്ചാൽ ധർമ്മവാദത്തില് നമ്മുടെ വില്യം ജെയിംസ് സംഭാവനകൾ നൽകിയതിന് ശേഷം
ധർമ്മവാദത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിനെക്കുറിച്ച് അഗാധത്തിൽ മനസ്സിലാക്കുകയും വീണ്ടും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സംഭാവനകൾ നൽകുകയും ചെയ്തതാണ് വക്താവ് എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മവാദത്തിന്റെ വക്താവ് എന്ന് പറയുന്നത് ജോൺ ഡൂയി, ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം ജെയിംസിനെ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. ധർമ്മവാദത്തിൽ മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം. ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദമാണ് ധർമ്മവാദം. പിന്നെ പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്ന അപഗ്രഥനം എന്നീ ധർമ്മങ്ങളായിരുന്നു ധർമ്മവാദത്തിന്റെ പഠന വിഷയങ്ങൾ. ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം ജെയിംസ് ആണ്. ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിലും വില്യം ജെയിംസിനെ അറിയപ്പെടുന്നു. ഈ ധർമ്മവാദത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൊണ്ടുവന്നത് ജോൺ ഡൂയി ആണ്. ധർമ്മവാദത്തിന്റെ വക്താവ് എന്ന പേരിലും ജോൺ ഡൂയിയെ അറിയപ്പെടുന്നു. പിന്നെ വില്യം ജെയിംസ് രചിച്ച വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥമാണ് നമ്മുടെ മനഃശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സൈക്കോളജിയിലെ ആദ്യത്തെ ബുക്ക് എന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. 1890 ഇത് രചിച്ചത്. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് സമഗ്രതാവാദം. നമ്മൾ 2 വാദങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഘടനാവാദം പഠിച്ചു, ധർമ്മവാദം കൂടി പഠിച്ചു. അടുത്ത് സമഗ്രതാവാദം. സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസം എന്നാണ് പറയുന്നത് മാക്സ് വെർത്തീമറിനെയാണ് സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരെയാണ്? മാക്സ് വെർത്തീമറിനെയാണ് സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ മാക്സ് വെർത്തീമറിന്റെ കൂടെ നിന്ന് സഹായിച്ചവരാണ് കോഹ്ലറും കാഫ്ക. അപ്പൊ ഇവര് 3 പേരിലും ഏറ്റവും കൂടുതൽ സമഗ്രതാവാദത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തത് മാക്സ് വെർത്തീമറാണ്. അതുകൊണ്ട് മാക്സ് വെർത്തീമറിനെ സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിലും മറ്റു 2 പേരും അവരുടെ കൂടെ നിന്ന് സഹായിച്ചത് കൊണ്ട് അവരുടെ വക്താക്കൾ അതാണ് കോഹ്ലറും കാഫ്ക എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം സമഗ്രതാവാദം ഗസ്റ്റാൾട്ടിസത്തില് നമ്മുടെ മാക്സ് വെർത്തീമർ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ചിമ്പാൻസിയാണ് പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസിയാണ് പരീക്ഷണത്തിന് അദ്ദേഹം ഉപയോഗിച്ചത്. നമ്മുടെ മാക്സ് വെർത്തീമറും കോഹ്ലറും കാഫ്കയും ചേർന്ന് ഒരു ചിമ്പാൻസിയാണ് ഒരു സുൽത്താൻ എന്ന പേര് കൊടുത്തിട്ട് അതിന് ഒരു പരീക്ഷണം നടത്തി. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു തിയറി ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. വളരെ വിശന്ന് തളർന്ന ഒരു ചിമ്പാൻസി അല്ലെങ്കിൽ സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയെ ഒരു റൂമില് ഒരു മുറിക്കുള്ളില് അടച്ചിട്ടു. ആ മുറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മുറിയുടെ സെൻട്രൽ പാർട്ടില് ഒരു പഴുത്ത പഴക്കുല തൂക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡില് താഴെ ഒരു സൈഡില് 3 ബോക്സുകൾ, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള 3 കാർഡ്ബോർഡ് പോലത്തുള്ള 3 ബോക്സും 3 സ്റ്റിക്കും അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ വിശന്ന് തളർന്ന ഒരു ചിമ്പാൻസി അവര് ആ മുറിക്കുള്ളിൽ കയറ്റി വിട്ടു. അപ്പൊ നമ്മളായാലും എന്ത് ചെയ്യും? നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഓടി വന്ന് കിച്ചണിൽ വന്നല്ലേ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ നമുക്ക് എത്താത്ത സ്ഥലത്താണെങ്കിൽ കയറും, അല്ലെങ്കിൽ വടിയിട്ടോ എന്തെങ്കിലും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ എടുത്ത് കഴിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചിമ്പാൻസി. അപ്പം ചിമ്പാൻസി പിന്നെ ആ പഴക്കുലയെ കണ്ടതും ഓടി വന്ന് ചാടിയും പിന്നെ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്ത് നല്ല രീതിയിൽ ആ പഴം പറിച്ചെടുക്കാൻ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. അപ്പം ഈ ചിമ്പാൻസി വളരെ വിഷമത്തോടുകൂടെ വന്ന് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ജനാലുണ്ടായിരുന്നു, റൂമിൽ വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ വന്ന് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു ഐഡിയ മീൻസ് ഒരു സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഒരു മിന്നൽ വേഗത്തിൽ. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ചിന്തിച്ച് എങ്ങനെ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ഉണ്ടാകും. അതിനെയാണ് പറയുന്നത് സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ അതിനെ ഇൻസൈറ്റ് എന്ന് പറയും.
കേട്ടോ. ഇൻസൈറ്റ്, സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഒരു മിന്നല് പോലെ, ഒരു മിന്നി മറഞ്ഞതുപോലെ ഐഡിയാസ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ ചിമ്പാൻസി ഇങ്ങനെ ഇരുന്ന് ഈ മുറി മൊത്തം എന്ത് ചെയ്തു, വീക്ഷിച്ചു. മുറി മൊത്തം നോക്കി, ഫുൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷണം ഉണ്ടായത്. എന്താണ്, ബോക്സ് അവിടെ കിടക്കുന്നത് കണ്ടു. ഒരു റെക്ടാങ്കുലറിലെ ഒരു ബോക്സ്, കാർഡ്ബോർഡ് പോലത്തെ ബോക്സ്. പെട്ടെന്ന് ചിമ്പാൻസി ഇറങ്ങി വന്ന് ആ ബോക്സിനെ എന്ത് ചെയ്തു, പുഷ് ചെയ്തു. ആ പഴക്കുലയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് എന്ത് ചെയ്തു, അതിന് പുറത്ത് കയറി നിന്ന് പിന്നെ ചാടി നോക്കി. പക്ഷെ എത്താൻ പറ്റിയില്ല, പഴക്കുലയെ പിടിച്ചെടുക്കാൻ പറ്റിയില്ല. വീണ്ടും എന്ത് ചെയ്തു, വളരെ വിഷമനായി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്തു, വീണ്ടും ചുറ്റും എല്ലായിടവും നോക്കിയപ്പോ വീണ്ടും ഈ ബോക്സിനെ കണ്ടു. വീണ്ടും രണ്ടാമത്തെ ബോക്സിനെയും കൊണ്ട് ചേർത്ത്, അതിന് മുകളിലിടാൻ അറിഞ്ഞുകൂടാ, ആദ്യം പറ്റിയില്ല, ചേർത്തിട്ടു. എന്നിട്ട് കയറി നോക്കിയിട്ട് പഴം എത്തി എടുക്കാൻ പറ്റിയില്ല. വീണ്ടും ആ രണ്ടാമത്തെ ബോക്സിനെ മുകളിലിടാനുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു ഐഡിയ വന്നു. ആ രണ്ടാമത്തെ ബോക്സിന്റെ പുറത്ത് കയറി നിന്നിട്ടും പഴം പറിച്ചെടുക്കാൻ പറ്റിയില്ല. വീണ്ടും എന്ത് ചെയ്തു, പിന്നെ ചിന്തിക്കാൻ സമയമില്ല, ചിന്തിക്കാനുള്ള സമയമില്ല എന്നല്ല, പിന്നെ ചിന്തിക്കാൻ വേണ്ട, ഐഡിയാസ് ഇങ്ങനെ നമുക്കായാലും ഒന്നിട്ടാൽ പറ്റിയില്ല, കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കും. അതുപോലെ സ്വാഭാവികമായിട്ട് ചിമ്പാൻസി ഹയർ ലെവൽ അനിമൽസ് ആണ്, ഉയർന്ന തരം ജീവികളായ നമ്മുടെ ചിമ്പാൻസി മനുഷ്യർക്ക് എല്ലാം എന്താണ്, ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അപ്പൊ അങ്ങനെ 3 ബോക്സും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് ചിമ്പാൻസി കയറി നിന്നിട്ടും പഴക്കുല പിടിച്ചെടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പഴം എടുക്കാൻ പറ്റിയില്ല. അപ്പം വീണ്ടും വളരെ വിഷമത്തോടെ ഇങ്ങനെ വീണ്ടും പഴയതുപോലെ ആ ജനാലയുടെ അടുത്ത് വന്നിരുന്നപ്പോഴാണ് നോക്കിയപ്പോ എന്ത് ചെയ്തു, സ്റ്റിക്ക് കിടക്കുന്നത് കണ്ടു. അപ്പൊ ഒരു സ്റ്റിക്ക് എടുത്തു. ഈ സ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നിനെ അടുത്ത സ്റ്റിക്കുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ നിങ്ങൾക്കറിയാലോ, ഈ തോട്ടി, ഇപ്പൊ സാധനം മാങ്ങയൊക്കെ അടക്കുന്ന, മാങ്ങ അല്ലെങ്കിൽ ചക്ക എന്തെങ്കിലുമൊക്കെ അടക്കുന്ന ഈ തോട്ടിയില്, അല്ലെങ്കിൽ തോട്ടയെന്ന് പറയും, അതിലാണെങ്കിൽ ഒന്നിനെ കണക്ട് ചെയ്താൽ കുറച്ചുകൂടെ നീളം കിട്ടും, അടുത്തത് കണക്ട് ചെയ്യുമ്പോൾ നീളം കിട്ടും. അങ്ങനത്തെ പിന്നെ ഈ സ്റ്റിക്കാണ്, വടിയാണ് അവിടെ കിടന്നിരുന്നത്. പക്ഷെ ചിമ്പാൻസിക്ക് അങ്ങനെ കണക്ട് ചെയ്താൽ അത് നീളം കൂടുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒന്നെടുത്ത് ഇതിന്റെ പുറത്ത് നിന്ന് അടിച്ചു നോക്കി, പഴം ഒന്നും വീണില്ല. അപ്പൊ പെട്ടെന്ന് വന്ന് അടുത്തതും എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ ആക്സിഡന്റലി, യാദൃശ്ചികമായിട്ട് എന്ത് ചെയ്തു, അടുത്തതുമായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അടുത്തതിനെയും കൂടെ എടുത്ത് ജോയിൻ ചെയ്തു, 3 ജോയിൻ ചെയ്ത് ഈ ബോക്സിന് മുകളിൽ കയറി ചിമ്പാൻസി എന്ത് ചെയ്തു, പഴത്തെ എല്ലാം അടിച്ച് തള്ളിയിട്ടു, എടുത്ത് കഴിച്ചു. ചിമ്പാൻസിയുടെ പ്രോബ്ലം എന്ത് ചെയ്തു, അവിടെ സോൾവ് ആയി. അപ്പം നമ്മുടെ സമഗ്രതാവാദത്തില് നമ്മുടെ മാക്സ് വെർത്തീമർ ഈ പരീക്ഷണം നടത്തിയിട്ട് അയാൾ മനസ്സിലാക്കിയെന്ന് വെച്ചാല്, നമ്മൾ ഒരു കാര്യം, നിങ്ങൾക്കിപ്പോ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ 2 ബാച്ച് കുട്ടികൾ തമ്മിൽ, അല്ലെങ്കിൽ 2 കുട്ടികൾ തമ്മിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടിപിടി ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ബാച്ചിലെ കുട്ടികളെ മാത്രം കൂടെ നിന്ന് അവര് പറയണ മാത്രം വിശ്വസിച്ച് നിങ്ങളാണ് ശരി, അവര് തെറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ഇതുപോലെയാണ് നമ്മൾ ഒരു പ്രശ്നത്തെ നോക്കി കാണുമ്പം എന്ത് ചെയ്യണം, സമഗ്രമായിട്ടാണ് നോക്കേണ്ടത്. 2 ബാച്ചും നോക്കി, അല്ലെങ്കിൽ 2 ഭാഗത്തും എന്താണ് തെറ്റ് അല്ലെങ്കിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചറിഞ്ഞിട്ട് മാത്രമേ അവിടെ എന്ത് ചെയ്യാവൂ, ഒരു സൊല്യൂഷൻ കൊടുക്കാവൂ. അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഈ സമഗ്രതാവാദത്തിലും പറയുന്നത്. അതാണ് ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. നമ്മളിപ്പോ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ നോക്കി കാണുമ്പം ഭാഗമായിട്ടല്ല കാണേണ്ട, മുഴുവനായിട്ട് എന്ത് ചെയ്യുക, നോക്കി കാണുക. ചിമ്പാൻസി എന്ത് ചെയ്തു, ആ റൂമിലിരുന്ന് ഒരു സ്ഥലം മാത്രമല്ല നോക്കിയത്, ആ റൂം കംപ്ലീറ്റ് എന്ത് ചെയ്തു, വീക്ഷിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അവിടെ റെക്ടാങ്കുലർ ബോക്സും സ്റ്റിക്കും അവിടെ കിടക്കുന്നതായിട്ട് കണ്ടത്.
അതാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളായാലും ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുറച്ച് ഒരു വശം മാത്രം നോക്കാതെ ആ പ്രോബ്ലത്തെ പൂർണ്ണമായിട്ട് നോക്കി കണ്ടതിന് ശേഷമേ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താവൂ, ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം. അതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് വാദിക്കുന്നതാണ് സമഗ്രതാവാദം. എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ തന്നെ ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട് എന്ന ആശയം ഏത് വാദത്തിലാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്ന ആശയം ഏത് സിദ്ധാന്തത്തിലാണ്? ഏതാണ്? സമഗ്രതാവാദം. അപ്പൊ സമഗ്രതാവാദത്തിന്റെ പ്രധാന ആശയം അല്ലെങ്കിൽ പ്രധാന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ നോക്കി കാണേണ്ടത് സമഗ്രമായാണ്, അല്ലാതെ എന്താണ് പാർട്ട് അല്ലാതെ ഭാഗികമായിട്ടല്ല, മുഴുവനായിട്ട് വേണം ഒരു പ്രോബ്ലത്തെ എന്ത് ചെയ്യേണ്ടത്, നോക്കി കാണേണ്ടത്. അതാണ് സമഗ്രതാവാദത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. പിന്നെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, ഇൻസൈഡ് ലേണിംഗ് ഫുൾ തിയറി, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ ചിമ്പാൻസിയുടെ പരീക്ഷണത്തിൽ നിന്നാണ് ഈ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഉടലെടുത്തതും സമഗ്രതാവാദത്തിൽ നിന്നാണ്. അപ്പൊ സമഗ്രതാവാദത്തിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ് വെർത്തീമർ ആണ്. മാക്സ് വെർത്തീമറിന്റെ കൂടെ കോഹ്ലറും കാഫ്ക കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെ മൂന്നുപേരെയും ചേർത്താണ് സമഗ്രതാവാദ മനഃശാസ്ത്രജ്ഞരെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്നാണ് ഇവരെ മൂന്നുപേരെയും ചേർത്ത് പറയുന്നത്. സമഗ്രതാവാദത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ വീക്ഷിക്കേണ്ടത് ഭാഗികമായിട്ടല്ല, സമഗ്രമായിട്ടാണ് വീക്ഷിക്കേണ്ടത് എന്നതാണ് സമഗ്രതാവാദത്തിന്റെ അടിസ്ഥാന തത്വം. പിന്നെ സമഗ്രതാവാദത്തിൽ നിന്നാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഉടലെടുത്തത്. ഇത്രയാണ് നമുക്ക് എന്താണ് സമഗ്രതാവാദത്തില് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി പറയണോ ഇതിനെ? വേണ്ട. തിയറി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം നമുക്ക് പഠിക്കാനുണ്ട്. അന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും ചിമ്പാൻസിയെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അടുത്തത് വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ച വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? JB വാട്സൺ ആണ്. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് JB വാട്സൺ ആണ്. വർത്തനവാദം എന്നും ചേഷ്ടവാദം എന്ന് പല പേരുകളിലും വ്യവഹാരവാദത്തെ അറിയപ്പെടുന്നു. അപ്പൊ വ്യവഹാരവാദത്തെ വർത്തനവാദം എന്നും ചേഷ്ടവാദം എന്നും പല പേരുകളിലും വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് JB വാട്സൺ ആണ്. പിന്നെ വ്യവഹാരവാദികളാണ് പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. ഇവരൊക്കെയാണ് വ്യവഹാരവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ JB വാട്സൺ ആണ് പിതാവ്. വ്യവഹാരവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് JB വാട്സൺ ആണ്. പിന്നെ ഈ JB വാട്സന്റെ കൂടെ പരീക്ഷണങ്ങൾ നടത്തുകയും വ്യവഹാരവാദത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്തവരാണ് പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, വ്യവഹാരവാദമാണ് SR ബന്ധം, SR അല്ലെങ്കിൽ ചോദക പ്രതികരണ ബന്ധം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ എന്തിനെ ഓർക്കണം? വ്യവഹാരവാദത്തെ ഓർക്കണം. ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പ്രസ്താവിക്കുന്ന വാദമാണ് വ്യവഹാരവാദം. എന്ന് വെച്ചാൽ എല്ലാ വ്യവഹാരങ്ങളും ചോദക പ്രതികരണ ബന്ധത്തിൽ. SR എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് മൈൻഡിൽ വരേണ്ടത് ഏതാണ്? ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദം. ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഒരു റെസ്പോൺസ് കിട്ടുന്നു, അതിനെക്കുറിച്ച് പരീക്ഷണങ്ങളെല്ലാം നടത്തിയത് വ്യവഹാരവാദത്തിലാണ്. അപ്പം SR ചോദക പ്രതികരണ ബന്ധം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ വ്യവഹാരവാദത്തെയാണ് ഓർക്കേണ്ടത്. പിന്നെ ഈ വ്യവഹാരവാദത്തിൽ ജീവികളുടെ വ്യവഹാരത്തിനാണ് പ്രാധാന്യം നൽകിയത്. ഇവിടെ മനസ്സിനെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ഒന്നും പരാമർശിച്ചിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. വ്യവഹാരം എന്ത് സ്വഭാവമാണ് അതിനാണ് പ്രാധാന്യം. അപ്പൊ മനസ്സും ആത്മാവും പരാമർശിക്കപ്പെടാത്ത ഒരേ ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് ഏത്? വ്യവഹാരവാദം. ഇത് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. മനസ്സും ആത്മാവും പറയാത്ത ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് വ്യവഹാരവാദം.
അപ്പൊ വ്യവഹാരവാദത്തെ വർത്തനവാദമെന്നും ജ്യേഷ്ഠവാദം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് JB വാട്സൺ ആണ്. അതുകൂടാതെ പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ ഇവരും വ്യവഹാരവാദികളാണ്. പിന്നെ എല്ലാ വ്യവഹാരങ്ങളും ചോദക പ്രതികരണ ബന്ധത്തിൽ, അതാണ് SR ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രസ്താവിക്കുന്ന വാദമാണ് വ്യവഹാരവാദം. മനസ്സും ആത്മാവും ഒട്ടും പറയാത്ത ഒരു മനഃശാസ്ത്ര അല്ലെങ്കിൽ പരാമർശിക്കപ്പെടാത്ത മനഃശാസ്ത്ര ചിന്താധാരയാണ് വ്യവഹാരവാദം. അടുത്തത് ഇനി മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്. മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്, ഇതിന്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട്, മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തിയത് ഈ മാനസിക അപഗ്രഥനത്തില്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ അബോധ മനസ്സിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. 3 തരത്തിലുള്ള മനസ്സുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തിയറിയിൽ പഠിക്കാം. ജസ്റ്റ് ഇപ്പൊ പറയുന്നു എന്നേ ഉള്ളൂ. 3 മനസ്സുണ്ട്: ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്. അങ്ങനെ 3 മനസ്സുണ്ട്. ഈ 3 മനസ്സിൽ ഏറ്റവും പ്രധാന അബോധ മനസ്സെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ അബോധ മനസ്സിലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം, എന്തെങ്കിലും കൊലപാതകങ്ങളോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ ചെയ്യുന്നവരെ ഇപ്പൊ ഹിപ്നോട്ടിസോ അല്ലെങ്കിൽ ഈ കറണ്ടൊക്കെ പാസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അവരില് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ അൺകോൺഷ്യസ് മൈൻഡ്, അബോധ അവസ്ഥയിലായിട്ട് അവരുടെ ഉള്ളിലെ യഥാർത്ഥ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, പുറത്ത് പറയും. അപ്പം ആ സമയത്താണ് ഇപ്പൊ നിങ്ങളായാലും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ നിങ്ങൾ അബോധാവസ്ഥയിലായിരിക്കുമ്പോഴാണ്, ഇപ്പൊ എന്റെ ആയാലും യഥാർത്ഥ സ്വഭാവം അബോധ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നു എന്നാണ് ആര് പറഞ്ഞത്? സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. പിന്നെ മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് അല്ലെങ്കിൽ മഞ്ഞുമലയോട് ഉപമിച്ചത് ആര്? മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചത് ആരാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. എന്ന് വെച്ചാല് നമ്മുടെ ഒരു ബീക്കറില് ഒരു വലിയ പീസ് ഐസ് കട്ട എടുത്തിട്ടാൽ അതില് ഒരു ചെറിയ ഭാഗം മാത്രമേ, ഇപ്പൊ 1/4 ഭാഗം മാത്രമേ പൊങ്ങി കിടക്കൂ. ബാക്കി അത്രയും ഭാഗം വെള്ളത്തിന് താഴെ ആയിരിക്കും കിടക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ വെള്ളത്തിന് മുകളിലായിരിക്കുന്ന കുറച്ച് ഭാഗം മാത്രമാണ് നമ്മുടെ ബോധ മനസ്സെന്നും, പിന്നെ ഈ വെള്ളവും പിന്നെ പ്രതല ഭാഗം എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെയാണ് അദ്ദേഹം ഉപബോധ മനസ്സെന്നും, അബോധ മനസ്സ്, ബാക്കി ഒരു മനുഷ്യ മനസ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം അബോധ മനസ്സെന്നാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. പിന്നെ അബോധ മനസ്സ് എന്ന ആശയം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഈ 2 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് അല്ലെങ്കിൽ ഹിമശൈലത്തോട് ഉപമിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുപോലെ അബോധ മനസ്സ് എന്ന ആശയം ആദ്യമായിട്ട് ഉപയോഗിച്ചതും സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡിനെ. ഓക്കെ, വെരി ഗുഡ്. അപ്പം മാനസിക അപഗ്രഥനത്തിൽ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിൽ ഇത്രയേ ഉള്ളൂ. എന്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനുഷ്യ മനസ്സിനെ അദ്ദേഹം ഹിമശൈലത്തോടാണ് ഉപമിച്ചത്. അബോധ മനസ്സ് എന്ന ആശയം, അബോധ മനസ്സ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഈ ഒരു മനുഷ്യൻ അബോധ മനസ്സിൽ ഇരിക്കുമ്പോഴാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നതെന്നും മനുഷ്യ മനസ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും അബോധ മനസ്സാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ഒന്നുകൂടെ ഉള്ളൂ, പെട്ടെന്ന് പോകാം. അടുത്ത് മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമാനിസം. ആധുനികവാദം എന്ന പേരിൽ നമ്മൾ ഹ്യൂമാനിസത്തെ പറയുന്നുണ്ട്. ആധുനികവാദം എന്നാണ് ഹ്യൂമാനിസത്തെ അല്ലെങ്കിൽ മാനവികതാവാദത്തെ വിളിക്കുന്നത്. മനുഷ്യന്റെ ആത്മബോധമാണ് അവന്റെ വ്യവഹാരങ്ങളെ, മനുഷ്യന്റെ സെൽഫ് അവയർനെസ്, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്നുള്ള ഒരു ആത്മബോധമാണ് അവന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ ഞാൻ ആരാണ്? ഞാനൊരു അധ്യാപികയാണ് അല്ലെങ്കിൽ അധ്യാപകനാണ്. അപ്പൊ ഞാൻ ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ, ഇന്ന രീതിയിൽ നടക്കാവൂ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആത്മബോധം നമ്മളിലുണ്ട്.
അതാണ് മാനവികതാവാദം എന്ന് പറയുന്നത്. പിന്നെ മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം നേടുക. ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുക, ആത്മനിർവൃതി അടയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമുക്കറിയാം. നമ്മളിപ്പോ അരബിന്ദോ, ടാഗോർ, പിന്നെ അങ്ങനെ കുറച്ചു പേരുണ്ട്, ശ്രീനാരായണ ഗുരു, ഇവരൊക്കെ ആത്മനിർവൃതി അടഞ്ഞു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവരുടെ ജീവിതത്തിലെ എല്ലാം അവര് നേടിയെടുത്തു. അതാണ് ആത്മസാക്ഷാത്കാരം. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുക എന്നതാണ് മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം. പിന്നെ മാനവികതാവാദത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നത് കോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോ. കോൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോയാണ് മാനവികതാവാദത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരം നേടുക, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നേടുക എന്നതാണ്. പിന്നെ ഇതിനെ ആധുനികവാദം എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ 3 പോയിന്റാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. ആധുനികവാദം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ് പരമമായ ലക്ഷ്യം. ഇതിന്റെ ഉപജ്ഞാതാക്കൾ കോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും ആണ്. അടുത്തത് ലാസ്റ്റ് ആണ് ജ്ഞാനനിർമ്മിതിവാദം. ജ്ഞാനനിർമ്മിതിവാദം അതിനെ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നാണ് പറയുന്നത്. ഇതിന്റെ ഉപജ്ഞാതാക്കൾ ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറും ആണ്. ഇതിന്റെ ഉപജ്ഞാതാക്കൾ ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണർ. എന്താണ് ജ്ഞാനനിർമ്മിതിവാദം? ജ്ഞാനം, അറിവ് നിർമ്മിക്കുക, അതാണ് ജ്ഞാനനിർമ്മിതിവാദം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ആശയമാണ് ജ്ഞാനനിർമ്മിതിവാദം. അപ്പം എല്ലാവർക്കും എന്തെങ്കിലും അറിവുകൾ പുതിയതായിട്ട് ഉണ്ടാക്കാനും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കേൾക്കാനും എല്ലാം ഉള്ള കഴിവുണ്ട്. ഇതിനെയാണ് ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നത്. പക്ഷേ ഈ സിദ്ധാന്തത്തെ കുറച്ചുകൂടെ നൂതനമായിട്ട് ഒരു പുതിയ രീതിയിൽ കൊണ്ടുവന്നു. ഇപ്പൊ നമ്മുടെ ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറും പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുമായി ഇടപെടുന്നത് മൂലം, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ വഴി, സമൂഹവുമായി ബന്ധപ്പെടുന്നത് വഴി എന്ത് ചെയ്യാം? അറിവ് നിർമ്മിക്കുമ്പോൾ കുറച്ചുകൂടെ എന്തായിരിക്കും, നല്ലതായിരിക്കും എന്ന് നമ്മുടെ വൈഗോസ്കി എന്ത് ചെയ്തു? പറഞ്ഞു. നമ്മുടെ വൈഗോസ്കി, ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറും പറഞ്ഞത് കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്നാണ്. പക്ഷേ നമ്മുടെ വൈഗോസ്കി പറഞ്ഞത് എന്താണ്? വൈഗോസ്കി പറഞ്ഞത് സമൂഹവുമായി ബന്ധപ്പെടുന്നത് മൂലം, എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് മൂലം. ഇപ്പൊ ഒരു കുട്ടി സ്വയം പഠിക്കുന്നതിനേക്കാൾ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ ആകുമ്പോ എന്തായിരിക്കും? കുറച്ചുകൂടെ അറിവ് കുട്ടിക്ക് എന്ത് ചെയ്യും? കിട്ടുമെന്നാണ് വൈഗോസ്കി പറഞ്ഞത്. അപ്പൊ ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഇപ്പോഴത്തെ പുതിയ ഒരു വിഭാഗമാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. അപ്പം നേരത്തെ പറഞ്ഞിരുന്നത് ജ്ഞാനനിർമ്മിതിവാദം എന്നാണ്. ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാക്കൾ ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറും ആണ്. പക്ഷെ ഈ ജ്ഞാനനിർമ്മിതിവാദത്തെ ഇപ്പോഴും പറയുന്ന പേരാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് ഈ നമ്മുടെ മനഃശാസ്ത്രം ഉപയോഗിക്കുന്ന ചിന്താധാരയിലെ ഏറ്റവും പ്രശസ്തമായ ഇതാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. അപ്പൊ സാമൂഹ്യ ജ്ഞാനനിർമ്മിതി ഇപ്പോഴ് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിലെ സിലബസുകളെല്ലാം, പാഠ്യപദ്ധതി എല്ലാം സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങൾക്കറിയാം, കുട്ടികളെ ഗ്രൂപ്പ് സ്റ്റഡി, ഇപ്പൊ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്റർ, അല്ലെങ്കിൽ ഒരു സ്കഫോൾഡർ, അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു സ്റ്റേജിൽ ഒരു ഗൈഡായിട്ട് മാത്രമേ നിൽക്കാവൂ. കുട്ടികളാണ്, ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്, കുട്ടികൾക്കാണ് പ്രാധാന്യം. കുട്ടികളാണ് അറിവ് നിർമ്മിക്കുക. മറ്റുള്ളവരുമായിട്ട്, സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കുട്ടികൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്കായിട്ടോ ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ടോ ചേർന്ന് കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുന്നു. അത്തരത്തിലുള്ള പാഠ്യപദ്ധതിയാണ് ഇപ്പോഴത്തെ കേരളത്തില് നിലവിലുള്ളത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതിയാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിയുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതിയാണ്. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വൈഗോസ്കിയെയാണ്. അപ്പം ഈ ജ്ഞാനനിർമ്മിതിവാദത്തിൽ വേറെ ഒന്നുമല്ല. ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാക്കൾ ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ ആണ്. ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണറും പറഞ്ഞതാണ്
കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ വൈഗോസ്കി പറഞ്ഞതെന്ന് വെച്ചാല് കുട്ടി സ്വയം അറിവ് നിർമ്മിക്കാതെ സമൂഹവുമായി ബന്ധപ്പെട്ട് മറ്റു കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്ത് അല്ലെങ്കിൽ സമൂഹവുമായി ഇടപെടുന്നതിലൂടെ കുട്ടികൾക്ക് അറിവുണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലതാണെന്ന് വൈഗോസ്കി പറഞ്ഞു. അതുകൊണ്ട് ജ്ഞാനനിർമ്മിതിവാദത്തെ ഇപ്പോഴും പറയുന്ന പേരാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ഇതിന്റെ ഉപജ്ഞാതാവ് വൈഗോസ്കിയാണ്. ഇപ്പോഴത്തെ കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി എല്ലാം സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഒരിക്കൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതിയെ ഏറ്റവും ഏറെ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഈ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി ഏറ്റവും ഏറെ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? വൈഗോസ്കി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മനഃശാസ്ത്ര ചിന്താധാരകളിൽ ഉള്ള 7 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചത്. ഘടനാവാദം, പിന്നെ ധർമ്മവാദം, സമഗ്രതാവാദം, വ്യവഹാരവാദം, മാനസിക അപഗ്രഥനം, മാനവികതാവാദം, ജ്ഞാനനിർമ്മിതിവാദം. അപ്പം ഇത് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് സെൻഡ് ചെയ്ത് തരാം, സ്ലൈഡ് സാറിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇതിലുള്ള കാര്യങ്ങൾ മാത്രം മതി. ഇതിന് വളരെ ശ്രദ്ധയോടെ പഠിച്ചു വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ, നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ടീച്ചറെ, വ്യവഹാരവാദം, മാനസിക അപഗ്രഥനം ഇവിടെ നോട്ട് കാണിക്കുമോ എന്നൊരു മേരിക്കുട്ടി ടീച്ചർ ചോദിച്ചിട്ടുണ്ട്. വ്യവഹാരവാദം എടുത്തോ ടീച്ചറെ, ഇതിന്റെ സ്ക്രീൻഷോട്ട് കണ്ടവരെടുത്തോ. പിന്നെ ഒരു മാനസിക അപഗ്രഥനം. ഓക്കെ, ഇതെടുത്തായിരുന്നോ? എടുത്തു കാണും. ഓക്കെ. ഈ മാനസിക അപഗ്രഥനം ഡീറ്റെയിൽ ആയിട്ട് തിയറി പഠിക്കാനുണ്ട്. അപ്പോഴും ബാക്കിയെല്ലാം പറഞ്ഞു തരും. ഇതിൽ ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ ടീച്ചറെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ റെഡിയാക്കി ഗ്രൂപ്പിൽ ഇടുക. ഗ്രൂപ്പിൽ ഞാൻ ഒരെണ്ണം സാമ്പിൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതനുസരിച്ച് ഫോളോ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചോദിച്ചാൽ ഞാനത് ടീച്ചറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് തരാം. അപ്പം എല്ലാവർക്കും ശുഭരാത്രി.